ഹായ്, കമ്പനിയിലെ യൂണിറ്റ് 13 ഡയറക്ടേഴ്സ്. ഇത് കുറച്ച് വലിയ യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ നമ്മൾ ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എങ്ങനെയാണ്, ആരാണ് ഡയറക്ടേഴ്സ്, എന്തിനാണ് ഡയറക്ടേഴ്സിനെ വെക്കുന്നത്, അവരുടെ ഈ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ലയബിലിറ്റീസ്, ഇതൊക്കെയാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡയറക്ടർ ആരാന്ന് നോക്കാം. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 34 defines a director to mean a director appointed to the board of a company. According to section 2 subsection 10, board of directors of board in relation to a company means collective body of the directors of the company. board of directors എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടേഴ്സിൻ്റെ ഒരു കളക്റ്റീവ് ബോഡീനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സിൻ്റെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ബോഡീനെയാണ്. ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പം ഷെയർ ഹോൾഡേഴ്സ് അവർ കമ്പനീൻ്റെ അവരെ കമ്പനിയെ മാനേജ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും പ്രോപ്പറായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്ന ആൾക്കാരാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് അവർ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ചെയ്യാണ് ചെയ്യുക, വോട്ടെടുപ്പിലൂടെ എലക്ട് ചെയ്യാണ് യൂഷ്വലി ചെയ്യാറ് ഡയറക്ടേഴ്സിന്. ഡയറക്ടേഴ്സാണ് കമ്പനിയുടെ ഓവറോൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റും കൺട്രോളും ഒക്കെ നോക്കുന്നത്. ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു മാനേജറിയൽ പേഴ്സൺസാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹു ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആയി ഡയറക്ടർ. ഡയറക്ടറായിട്ട് ആരൊക്കെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇൻഡിവിജ്വൽസിന് മാത്രമേ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കമ്പനി, ഒരു ബോഡി, കോർപ്പറേറ്റ്, അസോസിയേഷൻ, ഫേം ഇങ്ങനെയുള്ള ആർക്കും ഡയറക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടില്ല. ഡയറക്ടർ ആകാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽസിന് മാത്രമാണ്. നോ പേഴ്സൺ ഷാൽ ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ഓഫ് ദി കമ്പനി അൺലെസ് ഹി ഹാസ് ബീൻ അലോട്ടഡ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്താണെന്നൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിയിൽ ഡയറക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. ഇഫ് എൻ ഇൻഡിവിജ്വൽ അപ്ലൈസ് ഫോർ മോർ ദാൻ 1 DIN ഹി മേ ബി പണിഷ്ഡ്. ഒരാൾക്ക് ഒരു DIN, ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ മാത്രമേ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഒരാൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് ഉണ്ടാവും. 6 months വരെ ഇംപ്രിസൺമെൻറ്റും അതേമാതിരി 50,000 rupees വരെ ഫൈനും കിട്ടും. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം, അതായത് അപ്ലൈ ചെയ്തിട്ട് അത് ക്യാൻസൽ ആക്കിയിട്ടില്ല, അത് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ 500 rupees ഒരു ദിവസം വെച്ചിട്ട് ഫൈൻ ഉണ്ടാവും. ദെൻ പൊസിഷൻ ഓഫ് ഡയറക്ടേഴ്സ് നോട്ട് മീൻ ഡിഫൈൻഡ് ബൈ ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ ഒരു ഡയറക്ടറിൻ്റെ പൊസിഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ഒരു കോമ്പിനേഷൻ ഓഫ് പൊസിഷനാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ട്രസ്റ്റിയുടെ, ഏജൻറ്റിൻ്റെ ഒക്കെ ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഏജൻറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ആണല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, അതായത് പ്രോപ്പറായിട്ടൊരു ഏജൻറ്റാണ്, കമ്പനിയുടെ ഏജൻറ്റാണെന്നും പറയാൻ കഴിയില്ല. അതേമാതിരി ട്രസ്റ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റി ആണെന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം ചില ഫീച്ചേഴ്സ് ഡയറക്ടറിന് ഉണ്ട് താൻ. ഇപ്പോൾ ഫസ്റ്റ് ആസ് എൻ ഏജൻറ്റ് നോക്കാം. എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഒരു ഡയറക്ടറിൻ്റെ ഏജൻറ്റിൻ്റെ ഒരു എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത് നോക്കാം. The company being an artificial person cannot manage its affairs on its own. It has to be entrusted to some human agency known as director. ഒരു കമ്പനിക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പം അവർക്ക് ഒരു വിശ്വാസമായിട്ട് അവരുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഡയറക്ടേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സാണ്, അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് എലക്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഡയറക്ടേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിൽ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, പക്ഷേ ഏജൻ്റ് ആണ് വേണമെങ്കിൽ പറയാം. മേ ബി ടേംഡ് ആസ് ഏജൻറ്റ്സ് ഓഫ് ദി കമ്പനി, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റാണ് കമ്പനിയിലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കമ്പനി ആൻഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് ദിസ് ഡയറക്ടേഴ്സ് ആസ് ദാറ്റ് ഓഫ് പ്രിൻസിപ്പൾ ആൻഡ് ഏജൻറ്റ്. കമ്പനി പ്രിൻസിപ്പളും ഡയറക്ടർ ഏജൻ്റ് ആണ് എന്നുള്ള റിലേഷൻഷിപ്പും വേണമെങ്കിൽ നമുക്ക് പറയാം. Therefore, the general principles of the law of the agency govern the relations of the company and its director. ഒരു പ്രിൻസിപ്പളിൻ്റെയും ഏജൻറ്റിൻ്റെയും അതേ റിലേഷൻഷിപ്പ് ഗവേൺ ചെയ്യുന്ന അതേ പ്രിൻസിപ്പിൾസ് തന്നെയാണ് ഇവിടെ കമ്പനിക്കും അവരുടെ ഡയറക്ടറിനും ഉള്ളത്. അതേമാതിരി ഒരു ഏജൻ്റ് എന്ന് പറയുമ്പം അവരുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നല്ല കെയറോടും ഡെലിജൻസിലോടും കൂടി അവരുടെ അതോറിറ്റിയുടെ ഉള്ളിൽ തന്നെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഒരു ഏജൻറ്റിൻ്റെ. അതേ ഫീച്ചർ തന്നെയാണ് ഒരു കമ്പനിയുടെ ഡയറക്ടറിനുള്ളത്. കമ്പനിയുടെ പേരിൽ ഓരോ കോൺട്രാക്റ്റുകളിലും കമ്പനിക്ക് പകരമായിട്ട് എൻട്രി ചെയ്യുന്നതൊക്കെ ഏജൻസ് ആയിരിക്കും. പക്ഷെ അവരുടെ സ്കോപ്പിൻ്റെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിട്ടുള്ള പവറിൻ്റെ പുറത്തോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരാണോ ചെയ്തത് അവരായിരിക്കും പേഴ്സണലി ലയബിൾ ആയിരിക്കും, പക്ഷേ കമ്പനി അതിന് ലയബിൾ ആയിരിക്കില്ല. അതാണ് ആസ് എൻ ഏജൻറ്റ്. ഡയറക്ടർ ആർ ദി ഏജൻറ്റ്സ് ഓഫ് ദി കമ്പനി ആൻഡ് നോട്ട് ഓഫ് ദി ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ്. ഡയറക്ടർ കമ്പനിയുടെ ഏജൻ്റാണ്, പക്ഷേ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റ് അല്ല. ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റ് അല്ല എന്ന് പറയാൻ കാരണം അവർ കളക്റ്റീവായിട്ടാണ്
ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. ഒരു റെപ്രസെൻറ്റേറ്റീവ് മാതിരിയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഏജൻറ്റ് എന്ന് മാതിരിയല്ല ഡയറക്ടർ എന്ന് പറയുമ്പോൾ. Not correct to say that directors are the agents of the company because agents are not elected from but appointed. കമ്പനിയുടെ ഏജൻ്റ് ആണെന്നും നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഏജൻസിനെ അപ്പോയിൻറ്റ് ചെയ്യാണ് ചെയ്യുക, എലക്ട് ചെയ്യല്ല ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യാണ്, എലക്ട് ചെയ്യാണ് ചെയ്യുക ഡയറക്ടേഴ്സിനെ, അല്ലാതെ കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്നതല്ല ഡയറക്ടേഴ്സിനെ. ആൻഡ് സെക്കൻഡ്ലി ദി ഏജൻറ്റ്സ് ഹാവ് നോ ഇൻഡിപെൻഡൻറ്റ് പവേഴ്സ് വെൽ ഡയറക്ടേഴ്സ് ഹാവ് ഇൻഡിപെൻഡൻറ്റ് പവേഴ്സ് ഓൺ സെർട്ടൻ മാറ്റേഴ്സ്. ഏജൻസിന് യൂഷ്വലി അവരെ സ്വന്തമായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് പവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഡയറക്ടറിൻ്റെ കേസിൽ അങ്ങനെയല്ല, അവർക്ക് ഇൻഡിപെൻഡൻറ്റ് പവേഴ്സ് ചില കാര്യങ്ങളിൽ ഉണ്ട്. ഇനി ട്രസ്റ്റി. ഒരു ഡയറക്ടറിന് ട്രസ്റ്റീൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി ട്രസ്റ്റി മീൻസ് എ പേഴ്സൺ ഹൂ ഓൾസോ മാനേജ് പ്രോപ്പർട്ടി ഫോർ ദി ബെനിഫിറ്റ് ഓഫ് അതർ പേഴ്സൺ. ട്രസ്റ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുക, അത് മാനേജ് ചെയ്യുക വേറൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടി, അതാണ് ട്രസ്റ്റി എന്ന് പറയുമ്പോൾ. In the strict legal sense, directors are not the trustees of the company, but to some extent they have been treated as the trustees of the company. കറക്റ്റ് ലീഗൽ സെൻസിൽ നോക്കുമ്പം ഡയറക്ടേഴ്സ് ഒരിക്കലും ഒരു കമ്പനിയെ ട്രസ്റ്റി ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കുറച്ചൊക്കെ അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം അവരെ ട്രസ്റ്റി ആയിട്ട് തന്നെയാണ് ഒരു കമ്പനി ഡയറക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ട്രസ്റ്റി ആയിട്ട് തന്നെയാണ്. അവരാണ് ഒരു കമ്പനിയുടെ പ്രോപ്പർട്ടീസും മണിയും കാര്യങ്ങളെല്ലാം ഫുൾ കസ്റ്റോഡിയൻസ് അവരാണ് അത് എങ്ങനെ യൂസ് ചെയ്യണം, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഉള്ളത് ഡയറക്ടേഴ്സിനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെൻസിൽ നോക്കുമ്പം അവർ നമുക്കൊരു ട്രസ്റ്റി ആണെന്ന് പറയാം. ദി ഡയറക്ടർ മസ്റ്റ് എക്സസൈസ് ദിയർ പവർ ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി ആൻഡ് നോട്ട് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്. ഡയറക്ടേഴ്സ് സ്റ്റാൻഡ് ഇൻ എ ഫിഡ്യൂഷ്യറി കപ്പാസിറ്റി റിലേഷൻ ടു ദി കമ്പനി. ഡയറക്ടേഴ്സ് ഒരിക്കലും അവരുടെ പവേഴ്സ് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. കമ്പനിയുടെ കോമൺ ഇൻട്രസ്റ്റിനും ഗുഡിനും ബെനിഫിറ്റിനും വേണ്ടി മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. യു ഷുഡ് നോട്ട് ദാറ്റ് ദി ഡയറക്ടേഴ്സ് ട്രസ്റ്റീസ് ഓഫ് ദി കമ്പനി ആൻഡ് നോട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ്. നേരത്തെ അതേപോലെ തന്നെ കമ്പനിയുടെ ട്രസ്റ്റിയാണ് ഡയറക്ടർ, അല്ലാതെ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ട്രസ്റ്റി അല്ല ഡയറക്ടർ എന്ന് പറയുമ്പോൾ. ഡയറക്ടേഴ്സിന് ഒരു ഫിഡ്യൂഷ്യറി പൊസിഷനാണ് കമ്പനിയായിട്ട് ഉള്ളത്. അടുത്തത് ആസ് മാനേജിംഗ് പാർട്ട്ണർ. ഡയറക്ടേഴ്സ് ഹാവ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് മാനേജിംഗ് പാർട്ട്നേഴ്സ് ബിക്കോസ് ഓൺ ദി വൺ ഹാൻഡ് ദേ ആർ ഇൻട്രസ്റ്റഡ് വിത്ത് ദി മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനീസ് ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ദേ ആർ ദി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. ഡയറക്ടേഴ്സിന് നമുക്ക് വേണമെങ്കിൽ ഒരു മാനേജിംഗ് പാർട്ട്ണറാണെന്ന് പറയാം. അത് അങ്ങനെ പറയാനുള്ള കാരണം ഒരു കാര്യം, അവരാണ് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റും കൺട്രോളും എല്ലാം ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഡയറക്ടേഴ്സാണ്. അതേമാതിരി അവർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സും കൂടിയാണ്. അപ്പോൾ അവരെ വേണമെങ്കിൽ നമുക്കൊരു മാനേജിംഗ് പാർട്ട്ണറാണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ സ്വന്തം ബെനിഫിറ്റിനായിട്ട് അവർ ഷെയർ ഹോൾഡറായിട്ടും കമ്പനിയുടെ ജനറൽ ബെനിഫിറ്റിനായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. But they are not managing partners in the strict sense because the liability of the director is limited to the value of shares held by him, whereas the liability of a partner is unlimited. പക്ഷെ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് സ്ട്രിക്റ്റ് സെൻസിനകത്ത് നമുക്കൊരു ഡയറക്ടറിനെ മാനേജിങ് പാർട്ട്ണറാണെന്ന് പറയാൻ കഴിയില്ല. കാരണം യൂഷ്വലി ഒരു മാനേജിങ് പാർട്ട്ണറിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ ഒരു ഡയറക്ടറുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. Then അടുത്തത് ആസ് എംപ്ലോയി. അണ്ടർ സ്പെഷ്യൽ കോൺട്രാക്ട് വിത്ത് കമ്പനി ഡയറക്ടർ മേ ഹോൾഡ് സാലറിഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദി കമ്പനി ആൻഡ് ഹി വിൽ എൻജോയ് ഓൾ ദി റൈറ്റ്സ് അവൈലബിൾ ടു ആൻ എംപ്ലോയി. അതായത് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ കോൺട്രാക്റ്റ് വഴി ഒരു ഡയറക്ടറിന് ആ കമ്പനിയിൽ തന്നെ ഒരു സാലറിഡ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന എല്ലാ പ്രിവിലേജസും റൈറ്റ്സും ഈ ഡയറക്ടറിനും അത് അവൈലബിൾ ആയിരിക്കും. ഡയറക്ടേഴ്സ് ആർ neither the agents nor the trustees or nor managing partners nor employees of the company. In fact, they combine in themselves all these positions. They stand in a fiduciary position towards the company in respect of their powers and capital under their control. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4 പോയിന്റ് എന്ന് പറയാൻ പറ്റും. ട്രസ്റ്റിയുടെ ഫീച്ചേഴ്സ് ഉണ്ട്, മാനേജിങ് പാർട്ട്നേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, എംപ്ലോയീൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അതേമാതിരി ഏജൻസിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷനാണ് ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാളുടെ പൊസിഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഫിഡ്യൂഷ്യറി പൊസിഷൻ എന്നാണ് പറയുക. അപ്പം അതാണ് ഡയറക്ടർ കമ്പനി ആയിട്ടുള്ള റിലേഷൻസ്. അടുത്തത് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഡയറക്ടർഷിപ്സ്. ഒരു കമ്പനിയിൽ എത്ര ഡയറക്ടർ വേണം അതൊക്കെയാണ് നോക്കുന്നത്. സെക്ഷൻ 149 subsection 1 provides that every company shall have a board of directors consisting of individuals as directors and shall have, എല്ലാ കമ്പനിയിലും ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. ആൻഡ് ഷാൽ ഹാവ് എ മിനിമം നമ്പർ ഓഫ് 3 ഡയറക്ടർ. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടാവണം. പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം 2 ഡയറക്ടേഴ്സ് ഉണ്ടാവണം. 1 പേഴ്സൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ
ഒരു ഡയറക്ടർ ഉണ്ടായാലും മതിയാവും. അതേമാതിരി മാക്സിമം ഒരു കമ്പനിയിൽ 15 ഡയറക്ടേഴ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇൻ കേസ് 15 ഡയറക്ടേഴ്സിൽ കൂടുതൽ വേണം ഒരു കമ്പനിക്ക് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ 15 ഡയറക്ടേഴ്സെക്കാട്ടി കൂടുതൽ ഡയറക്ടേഴ്സ് ഉണ്ടാകാം. അതേമാതിരി അങ്ങനത്തെ അതായത് 15 ഡയറക്ടേഴ്സിൽ കൂടുതലുള്ള ഡയറക്ടർ 15 കൂടുതൽ ഡയറക്ടേഴ്സ് ഒരു കമ്പനിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡയറക്ടറെങ്കിലും വുമൺ ആയിരിക്കണം, ഒരു ഡയറക്ടറെങ്കിലും ലേഡി ആയിട്ട് ഉണ്ടാവണം. അത് നമ്പർ ഓഫ് ഡയറക്ടർഷിപ്സ് ആസ് പെർ സെക്ഷൻ 165 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 എ പേഴ്സൺ cannot hold office at the same time as director in more than 20 companies. ഒരാൾക്ക് ഒരു സമയം 20 കമ്പനീസ് കൂടുതൽ ഡയറക്ടറായിട്ട് ഇരിക്കാനായിട്ട് പാടില്ല. ഔട്ട് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് 20 കമ്പനീസ് ഡയറക്ടർഷിപ്സ് ഇൻ പബ്ലിക് കമ്പനീസ് cannot exceed 10. പബ്ലിക് കമ്പനീസിൽ ഡയറക്ടർഷിപ്പ് ആവുമ്പോൾ 10ൽ കൂടുതൽ കമ്പനീസിൽ ഡയറക്ടർഷിപ്പ്, പബ്ലിക് കമ്പനീസ് ആണെങ്കിൽ 10ൽ കൂടുതൽ ഡയറക്ടറായിട്ട് 10 കമ്പനീസിൽ കൂടുതൽ ഡയറക്ടറായിട്ട് ഇരിക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ ഈ 10 കമ്പനി എന്ന് പറയുമ്പോൾ പബ്ലിക് കമ്പനീൻ്റെ സബ്സിഡറി ആയിട്ട് വരുന്ന കമ്പനീസും ഈ പബ്ലിക് കമ്പനീൻ്റെ കൂട്ടത്തിലാണ് പെടുക. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് ഈ 10 എന്ന് പറയുന്ന നമ്പർ ഉള്ളത്. അപ്പോൾ പ്രൈവറ്റ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ 20 വരെയാണ് മാക്സിമം കമ്പനി. 20 കമ്പനീസിൽ ഡയറക്ടറായിട്ട് ഇരിക്കാൻ പറ്റും മാക്സിമം. പബ്ലിക് കമ്പനി ആകുമ്പോൾ അത് 10 ആണ്. ഈ പറഞ്ഞ സ്പെസിഫൈഡ് ലിമിറ്റിനെക്കാട്ടിൽ കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഫസ്റ്റ് വൺ, ചൂസ് നോട്ട് മോർ ദാൻ ദി സ്പെസിഫൈഡ് ലിമിറ്റ് കമ്പനീസ് ഇൻ വിച്ച് ഹി വിഷസ് ടു കണ്ടിന്യൂ ടു ഹോൾഡ് ദി ഓഫീസ് ഓഫ് ഡയറക്ടർ. അയാൾക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെ കമ്പനീസിലാണ് അയാൾക്ക് താല്പര്യം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെയാണെങ്കിലും ആ മാക്സിമം ലിമിറ്റിൽ കൂടാത്ത രീതിയിൽ അയാൾക്ക് താല്പര്യമുള്ള ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കമ്പനീസ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. അതല്ലാത്ത ബാക്കി ഡയറക്ടറായിട്ടുള്ള ബാക്കി കമ്പനിയിൽ നിന്ന് അവരുടെ ഡയറക്ടർഷിപ്പ് റിസൈൻ ചെയ്യണം. അതാണ് കണ്ടീഷൻ. ഹി മസ്റ്റ് ഇൻറ്റിമേറ്റ് ദി ചോയ്സ് മെയ്ഡ് ബൈ ഹിം ടു ഈച്ച് ഓഫ് ദി കമ്പനീസ് ഇൻ വിച്ച് ഹി വാസ് ഹോൾഡിംഗ് ദി ഓഫീസ് ഓഫ് ഡയറക്ടർ ബിഫോർ സച്ച് കമൻസ്മെൻറ്റ്. അങ്ങനെ അയാൾ 21ാമത്തെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ അയാൾ സെലക്ട് ചെയ്യണം അയാൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 20 അല്ലെങ്കിൽ 10 കമ്പനീസ് ഏതാണെന്നും അതിൻ്റെ ഇൻറ്റിമേഷൻ, അതിൻ്റെ അറിയിപ്പ് എല്ലാ കമ്പനിക്കും കൊടുക്കണം. ഏത് കമ്പനിയിലൊക്കെയാണ് അയാൾ ഡയറക്ടറായിട്ട് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാ കമ്പനീനെ അറിയിക്കണം. അതേമാതിരി രജിസ്ട്രാറിനെ അറിയിക്കണം ഏതൊക്കെ കമ്പനീസാണ് അയാൾ ചൂസ് ചെയ്തതെന്നുള്ളത്. ഫർദർ, നോ സച്ച് പേഴ്സൺ ഷാൽ ആക്ട് ആസ് എ ഡയറക്ടർ ഇൻ മോർ ദാൻ ദി സ്പെസിഫൈഡ് നമ്പർ ഓഫ് കമ്പനീസ് ആഫ്റ്റർ ഡിസ്പാച്ചിങ് ദി റെസിഗ്നേഷൻ ഓഫീസ് ആസ് ഡയറക്ടർ. അതേമാതിരി സ്പെസിഫൈഡ് നമ്പർ ഓഫ് കമ്പനീസിൽ കൂടുതലായിട്ട് ഡയറക്ടറായിട്ട് ഒരാൾ ഇരിക്കാൻ പാടില്ല. ആഫ്റ്റർ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തതിന് ശേഷം, അതായത് ഡയറക്ടറായിട്ടുള്ള ഡയറക്ടർഷിപ്പിൽ നിന്ന് മാറാനുള്ള റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തതിന് ശേഷം ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 1 ഇയർ ഫ്രം ദി കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് വിച്ച് എവർ ഈസ് ഏർലിയർ. അല്ലെങ്കിൽ 1 ഇയറിനുള്ളിൽ, അതായത് 21ാമത്തെ കമ്പനിയിൽ നമ്മൾ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു, അതിനും കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അങ്ങനെ 1 വർഷം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അയാൾ ഡയറക്ടറായിട്ട് ഏതെങ്കിലും കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. എങ്ങനെയാണെങ്കിലും 20ൻ്റെ ഉള്ളിൽ തന്നെ നിർത്താനായിട്ട് നോക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ല, അയാൾ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതായത് സ്പെസിഫൈഡ് ലിമിറ്റിനെക്കാട്ടും ഓവറായിട്ട് അയാൾ ഡയറക്ടറായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 5000 rupees ഓരോ ദിവസവും വെച്ചിട്ട് ഫൈൻ ഉണ്ടാവും. അടുത്തത് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഒരു കമ്പനിയിൽ ഡയറക്ടറായിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞതിന് ഒരു യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. അത് ഓരോ ആൾക്കാർക്കും കമ്പനീസ് ആക്ട് പ്രകാരം ഡയറക്ടർ ആവണം എന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രം ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു നമ്പറാണ് ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഫോം നമ്പർ DIR 3 ഫോം പ്രകാരം ഇലക്ട്രോണിക്കലി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും സെൻട്രൽ ഗവൺമെൻറ്റിന്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുക്കും. ഒരു ഫീസ് അടച്ചതിന് ശേഷമാണ് ഇത് അലോട്ട്മെൻറ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ ഈ നമ്പർ ആണ് അവരെല്ലായിടത്തും നോട്ട് ചെയ്യേണ്ട നമ്പർ, ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തതിന് 1 മന്തിനുള്ളിൽ തന്നെ ഈ DIN നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കണം. ഈ DIN നമ്പർ ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള നമ്പറാണ്. നമ്മളിപ്പോൾ ആധാർ നമ്പറൊക്കെ പോലെ ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള നമ്പറാണ്. നമ്മുടെ യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ആധാർ നമ്പർ. അതേപോലെ തന്നെ ഡയറക്ടർമാർക്കുള്ള ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് DIN.
Then Section 156 of the Act provides that every existing director shall within 1 month of the receipt of DIN from the central government intimate his DIN to all companies wherein he is a director. അയാൾക്ക് ഡയറക്ടറായിട്ട് പൊസിഷൻ എടുത്ത സമയത്ത് ഓൾറെഡി DIN ഇല്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 156 പ്രകാരം വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് DIN അയാൾക്ക് വാങ്ങിച്ചിട്ടുണ്ടാവണം. ദെൻ ഒബ്ലിഗേഷൻ ടു ഇൻഡിക്കേറ്റ് DIN. സെക്ഷൻ 158 പ്രകാരം എല്ലാ പേഴ്സണും അല്ലെങ്കിൽ എല്ലാ കമ്പനി അവരുടെ റിട്ടേൺസും ഇൻഫോർമേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു ഡയറക്ടറിനെ കുറിച്ച് എന്തെങ്കിലും റെഫറൻസോ കാര്യങ്ങളോ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൂടെ മെൻഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. പണിഷ്മെൻറ്റ് ഫോർ കോൺട്രാവെൻഷൻ. ഈ പറഞ്ഞ ടൂൾസിനകത്ത് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷൻ 159 പ്രകാരം പെനാൾട്ടി ഉണ്ടാകും. 50,000 റുപ്പീസ് വരെ പെനാൾട്ടി. അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും 500 റുപ്പീസ് വെച്ച് പെനാൾട്ടി വരും. ഇഫ് എ കമ്പനി ഫെയിൽസ് ടു ഫർണിഷ് DIN ബിഫോർ ദ എക്സ്പയറി ഓഫ് ദി പീരീഡ് സ്പെസിഫൈഡ് വിത്ത് അഡീഷണൽ ഫീ അണ്ടർ സെക്ഷൻ 159 ദ കമ്പനി ഷാൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ. ഇൻ കേസ് ഒരു കമ്പനി ഈ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യാൻ വിട്ടുപോയെന്നുണ്ടെങ്കിൽ എക്സ്പയറി കഴിയുന്നതിന് മുമ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 25,000 റുപ്പീസ് മുതൽ 1 lakh റുപ്പീസ് വരെ ഫൈൻ വരും. അതേമാതിരി കമ്പനിയിൽ ഏത് ഓഫീസറാണോ ഡിഫോൾട്ട് ചെയ്തിട്ടുള്ളത് അവർക്ക് 25,000 റുപ്പീസ് മുതൽ 1 lakh റുപ്പീസ് വരെ ഫൈൻ വരും. അടുത്തത് ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡയറക്ടർ. ഒരു ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്. അങ്ങനെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് ഒന്നും കമ്പനീസ് ആക്റ്റിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അതേമാതിരി ഷെയർ ക്വാളിഫിക്കേഷന് എത്ര ഷെയർസ് ഉണ്ടാവണം എന്നുള്ള അങ്ങനത്തെ ക്വാളിഫിക്കേഷൻസ് ഒന്നും യൂഷ്വലി ഡയറക്ടർമാർക്ക് യൂഷ്വലി അല്ല കമ്പനീസ് ആക്റ്റിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ യൂഷ്വലി കമ്പനീസിൻ്റെ ആർട്ടിക്കിൾസിനകത്ത് പറയാറുണ്ട് ഡയറക്ടറിന് ഇത്ര ഷെയർസ് വേണം എന്നുള്ളത്. അതാണ് യൂഷ്വലി ഉണ്ടാവാറ്. മിനിമം ഷെയർ ക്വാളിഫിക്കേഷൻ യൂഷ്വലി കമ്പനീസിൽ ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് വെക്കാറുണ്ട്. അപ്പം അത് മാത്രമേ ഉള്ളൂ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡയറക്ടറിന്. കമ്പനീസ് ആക്റ്റിൽ അങ്ങനെ പ്രത്യേകം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ഒന്നുമില്ല ക്വാളിഫിക്കേഷനായിട്ട്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. പക്ഷേ ഒരു കമ്പനിയിൽ ഡയറക്ടർ ആവാൻ പറ്റാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് കമ്പനീസ് ആക്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അണ്ടർ സെക്ഷൻ 164. അപ്പോൾ അത് എങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ. അതേമാതിരി ഇൻസോൾവൻ്റ് ആണെന്ന് വിധി എഴുതി ഓർഡർ വന്നിട്ടുള്ള ഇൻസോൾവൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അതേമാതിരി ഇൻസോൾവൻ്റ് ആണെന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്ലൈഡ് ടു ബി എഡ്യൂക്കേറ്റഡ് ആസ് ആൻ ഇൻസോൾവൻ്റ്. ആ ആപ്ലിക്കേഷൻ പെൻഡിങ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള ആൾക്കാരെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേമാതിരി എന്തെങ്കിലും ഒരു തെറ്റ് കാരണം ഒരു കോർട്ട് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, 6 months കുറയാത്ത രീതിയിലുള്ള ഇംപ്രിസൺമെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയും ഡയറക്ടറായിട്ട് വെക്കാൻ പാടില്ല. ദിസ് ഡിസ്ക്വാളിഫിക്കേഷൻ വിൽ ലാസ്റ്റ് ഓൺലി അപ് ടു 5 years ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ദി സെൻറ്റൻസ്. ഇപ്പം 6 months അല്ലെങ്കിൽ 7 months ഇംപ്രിസൺമെൻറ്റ് കൊടുത്തതെന്ന് വിചാരിക്കുക. ആ 7 months കഴിഞ്ഞ് 5 years കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അയാളെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ 7 months എന്ന് പറയുന്നത് ഇപ്പം മോർ ദാൻ 7 years ആണ് ഇംപ്രിസൺമെൻറ്റ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഒരു ഡയറക്ടർ ആവാനായിട്ട് കഴിയില്ല. അതേമാതിരി ഏതൊരു കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ അവർ ഓർഡർ പ്രകാരം ഫോഴ്സ് ചെയ്യുകയാണ് ഇയാൾ ഡയറക്ടർ ആവാനായിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്തതാണെന്ന് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അയാൾക്ക് ഒരു ഡയറക്ടർ ആവാനായിട്ട് കഴിയില്ല. He has not paid any calls for 6 months more in respect of any shares of the company held by him, whether alone or jointly with others. കോൾസിനകത്ത് 6 months കോൾസിന് ഒരു പേയ്മെൻറ്റും ചെയ്തിട്ടില്ല. അയാൾ ജോയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോ ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും ഷെയറിന് അയാൾ കോൾസിന് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അയാൾ ഡയറക്ടർ ആവാൻ എലിജിബിൾ അല്ല. He has been convicted of the offence dealing with related party transactions under section 188 at any time during the last preceding 5 years. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ അയാൾ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 5 years എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഡയറക്ടർ ആവാനായിട്ട് ക്വാളിഫൈഡ് അല്ല. അതുപോലെ DIN കിട്ടാത്ത ആൾക്കാർക്ക്, DIN അലോട്ട് ചെയ്യാത്ത ആൾക്കാർക്കും ഡയറക്ടർ ആവാനായിട്ട് പറ്റില്ല. ഇനി ഓൾറെഡി ഒരാൾ ഡയറക്ടർ ആയിരുന്നു, പക്ഷേ അയാൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സോ ആനുവൽ റിട്ടേൺസോ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 3 yearsനകത്തോട്ട് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നീട് ഡയറക്ടർ ആവാനായിട്ട് പറ്റില്ല. അതേമാതിരി ആസ് വിൽ ടു റീപേ ദി ഡെപ്പോസിറ്റ് അക്സെപ്റ്റഡ് ബൈ ഇറ്റ് ഓർ പേ ഇൻട്രസ്റ്റ് ദെയറോൺ ടു റെഡീം എനി ഡിബെഞ്ചേഴ്സ്. അതായത് ഒരു കമ്പനി അയാൾ ഡയറക്ടർ ആയിരുന്ന ഏതെങ്കിലും ഒരു കമ്പനി ഡെപ്പോസിറ്റ്സ്
ഡെപ്പോസിറ്റ്സിന് ഇൻട്രസ്റ്റ് പേ ചെയ്യാതിരിക്കുക, ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാതിരിക്കുക, അതായത് അവരുടെ പേയ്മെൻറ്റ്സ് എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തേ അങ്ങനെ എന്തെങ്കിലും ഒരു 5 ഇയേഴ്സിനകത്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിഡ്യൂ കണ്ടിന്യൂസ്ലി ഫോർ 1 ഇയറിൽ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും പേയ്മെൻറ്റിൽ ഫെയിലിയർ വരുത്തുക, ഡിഫോൾട്ട് വരുത്തുക ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ രണ്ടാമത് ഡയറക്ടറായിട്ട് റീഅപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഫോർ എ പീരീഡ് ഓഫ് 5 ഇയേഴ്സ് 5 ഇയേഴ്സിനകത്തേക്ക് അയാൾക്ക് ഡയറക്ടറായിട്ട് പിന്നീട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓൾറെഡി ഡിഫോൾട്ട് ചെയ്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ 6 മാസം വരെ അവർക്ക് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം, പക്ഷെ അതിൽ കൂടുതൽ ഇരിക്കാനായിട്ട് പാടില്ല. അഡീഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ പ്രൈവറ്റ് കമ്പനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ അവർക്ക് അവരുടെ കാര്യങ്ങൾ, അതായത് അവരുടെ പ്രൊസീജിയേഴ്സും അവരെങ്ങനെയൊക്കെയാണ് ഒരു ഡയറക്ടറെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്യുക. അതിനകത്താണ് ഉണ്ടാവുക. അതിനകത്ത് അവർക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കണ്ടീഷൻസ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ തീരുമാനമാണ് പ്രൈവറ്റ് കമ്പനിയിലെ ഡയറക്ടേഴ്സിന് ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്തത് എങ്ങനെയാണ് ഡയറക്ടറിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Any person who is competent to contract and has obtained DIN is eligible for appointment as a director of the company. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഒഴിവാക്കിയിട്ട് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്ന കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതേമാതിരി DIN ഉള്ള ആൾക്കാരെല്ലാവരും ഒരു ഡയറക്ടർ ആവാൻ എലിജിബിളാണ്. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് സെക്ഷൻ 158 എങ്ങനെയാണ് ഫസ്റ്റ് ഡയറക്ടറിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പം യൂഷ്വലി കമ്പനി ഫോം ചെയ്യുന്ന സമയത്തുള്ള ഡയറക്ടേഴ്സാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ യൂഷ്വലി അപ്പോയിൻറ്റ് ചെയ്യാറ് ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്ത മാതിരിയാണ് അപ്പോയിൻറ്റ് ചെയ്യാറ്. ആർട്ടിക്കിൾസിന് ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം ആർട്ടിക്കിൾസിനകത്തോ മെമ്മോറാൻഡത്തിനകത്തോ ഒന്നും പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ മെമ്മോറാൻഡം സബ്സ്ക്രൈബ് ചെയ്യുന്ന അവരെയാണ് നമ്മൾ ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യുക, അവരെയാണ് നമ്മൾ ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. ഇപ്പോൾ 1 person കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആൻ ഇൻഡിവിജ്വൽ ബീങ് മെമ്പർ ഷാൽ ബി ഡീം ടു ബി ഫസ്റ്റ് പേഴ്സൺ. ആരാണോ 1 person അയാളെയാണ് നമ്മൾ ഫസ്റ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. പക്ഷേ DIN ഇല്ലാതെ നമ്മൾ ആരെയും ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യില്ല. അതേമാതിരി ഡയറക്ടർ ആവാൻ നമ്മൾ ഇതാക്കുന്ന ആളുടെ കൺസെൻറ്റും വിത്തിൻ 30 ഡേയ്സിനുള്ള അപ്പോയിൻമെൻറ്റിന് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ അവരുടെ റിട്ടേൺ കൺസെൻറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവണം. ബൈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ജനറൽ മീറ്റിംഗ് നമ്മളെങ്ങനെയാണ് ജനറൽ മീറ്റിങ്ങിൽ ഡയറക്ടറിനെ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. സെക്ഷൻ 152 സബ്സെക്ഷൻ 2 ഷെയർ ഹോൾഡേഴ്സ് എങ്ങനെ ജനറൽ മീറ്റിങ്ങിൽ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. ജനറൽ മീറ്റിങ്ങിൽ യൂഷ്വലി വോട്ടെടുപ്പ് നടത്തിയിട്ടാണ് ഡയറക്ടേഴ്സിനെ ഫിക്സ് ചെയ്യാറ്. അതേമാതിരി അതായത് ഫസ്റ്റ് ഡയറക്ടർ അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഡയറക്ടേഴ്സിനും യൂഷ്വലി ഇങ്ങനെ തന്നെയാണ് ഫിക്സ് ചെയ്യുക. അതേമാതിരി പബ്ലിക് കമ്പനിയിൽ കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ് ടോട്ടൽ ഡയറക്ടേഴ്സിന് 2/3 ഡയറക്ടേഴ്സ് റൊട്ടേഷണൽ ഡയറക്ടേഴ്സ് ആയിരിക്കണം. അതായത് അവർ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം അവർ റിസൈൻ ചെയ്ത് പുതിയ ഡയറക്ടറിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഉള്ള ഡയറക്ടറെ റീഅപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ദി റിമൈനിങ് ഡയറക്ടർ ഷുഡ് ഓൾസോ അൺലെസ് ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി പ്രൊവൈഡ് അതർവൈസ് ബി അപ്പോയിൻറ്റഡ് ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. അങ്ങനെ റൊട്ടേഷണൽ ഡയറക്ടേഴ്സിനെ റിസൈൻ ചെയ്യിച്ച് ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെ യൂഷ്വലി ജനറൽ മീറ്റിങ്ങിൽ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ തന്നെയാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ദി കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനിയിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് യൂഷ്വലി ആർട്ടിക്കിൾസിനകത്ത് പറയും എങ്ങനെയാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതെന്ന്. ഇൻ കേസ് ആർട്ടിക്കിൾസിനകത്ത് പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയും ജനറൽ മീറ്റിങ്ങിൽ തന്നെയാണ് ഷെയർ ഹോൾഡേഴ്സാണ് തീരുമാനിക്കുക ഡയറക്ടേഴ്സ് ആരാണെന്ന്. മാനർ ഓഫ് റൊട്ടേഷൻ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു 2/3 മെമ്പേഴ്സ് ഡയറക്ടേഴ്സ് റൊട്ടേഷൻ ചെയ്യണം എന്നുള്ളത്. At the first annual general meeting of a public company held next after the date of the general meeting at which the first directors are appointed and at every subsequent annual general meeting 1/3 of the rotation directors or the number nearest to 1/3 shall retire from office. കമ്പനി ഫോം ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നാണോ പബ്ലിക് കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് ആരാണോ അതിനകത്ത് ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയും അതിനുശേഷം ഉള്ള സബ്സിക്വൻറ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിലും ഇതേമാതിരി ആ ടോട്ടൽ ഡയറക്ടേഴ്സിനെ 1/3 ഡയറക്ടേഴ്സിനെ റിസൈൻ ചെയ്യിച്ച് പുതിയ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യും. അത് ഓരോ വർഷം അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പം ഈ വർഷം ഒരു 5 ഡയറക്ടേഴ്സ് ജോയിൻ ചെയ്തു, മൊത്തം 15 ഡയറക്ടേഴ്സാണുള്ളത്. 5 ഡയറക്ടേഴ്സ് ജോയിൻ ചെയ്തു. ഈ മൊത്തം 15 ഡയറക്ടേഴ്സും
1/3 അടുത്ത വർഷം റിസൈൻ ചെയ്യും. അവരെ വേണമെങ്കിൽ നമുക്ക് റീഅപ്പോയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ പുതിയ ആൾക്കാരെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. അതാണ് ഈ റൊട്ടേഷൻ ഡയറക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലോങ്ങസ്റ്റ് ഇൻ ദ ഓഫീസ് ഈസ് ദ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ്. എങ്ങനെയാണ് റിട്ടയർമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് അപ്പോയിൻമെൻറ്റിന് ശേഷം ഏറ്റവും കൂടുതൽ ഓഫീസിൽ ഉണ്ടായിരുന്ന ആളെയാണ് നമ്മൾ റിട്ടയർ ചെയ്യിക്കുക. ദെൻ പേഴ്സൺസ് ഹു ബിക്കം ഡയറക്ടേഴ്സ് ഓൺ ദി സെയിം ഡേ മേ റിട്ടയർ ആസ് പെർ എഗ്രിമെൻറ്റ് എമംഗ് ദംസെൽസ്. ഒരേ സമയത്ത് ഒരേ സമയത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിലാണ് റിട്ടയർ ചെയ്യിക്കുക. അങ്ങനെ എഗ്രിമെൻ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് ആര് റിട്ടയർ ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഇങ്ങനെ റൊട്ടേഷൻ ഡയറക്ടേഴ്സിൻ്റെ വേക്കൻസി ഫില്ല് ചെയ്യുന്നതും ജനറൽ മീറ്റിങ്ങിൽ തന്നെ ആയിരിക്കും. വേണമെങ്കിൽ റിട്ടയർ ആവുന്നത് തന്നെ ഡയറക്ടറിനെ റീഅപ്പോയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാം. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് എ ഡയറക്ടർ അതർ ദാൻ എ റിട്ടയറിംഗ് ഡയറക്ടർ അല്ല വേറൊരു ഡയറക്ടറെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെക്ഷൻ 160 അലോങ് വിത്ത് റൂൾ 13 ഓഫ് ദി കമ്പനീസ് റൂൾസ് 2014 ഈ പ്രൊസീജിയറാണ് പറയുന്നത്. താഴെ പറയുന്ന പ്രൊസീജിയറാണ് പറയുന്നത്. ഫസ്റ്റ്, ഇഫ് എനി പേഴ്സൺ അതർ ദാൻ ദ റിട്ടയറിംഗ് ഡയറക്ടർ വിഷസ് സ്റ്റാൻഡ് ഫോർ ഡയറക്ടർഷിപ്പ് or any member proposes a person for directorship, he must signify his intention to do so by giving 14 days notice to the company before the general meeting, and company must inform the members at least 7 days before the general meeting. ഇപ്പം റിട്ടയറിംഗ് ഡയറക്ടർ അല്ല പുതിയൊരാൾക്കൊരു ഡയറക്ടർ ആവണമെന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ, അല്ലെങ്കിൽ വേറൊരാൾ പ്രപ്പോസ് ചെയ്യുകയാണ് ഇന്നൊരാളെ ഡയറക്ടറായിട്ട് നിയമിക്കണമെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ജനറൽ മീറ്റിങ്ങിൽ 14 ഡേയ്സിന് മുകളിൽ തന്നെ കമ്പനിക്ക് നോട്ടീസ് കൊടുക്കണം. അതേമാതിരി എല്ലാ മെമ്പേഴ്സിനെയും ജനറൽ മീറ്റിങ്ങിൻ്റെ 7 ഡേയ്സ് മുമ്പ് അറിയിക്കുകയും വേണം. അത് അറിയിക്കുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ മെമ്പറിനും ഇൻഡിവിജ്വൽ നോട്ടീസായിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇലക്ട്രോണിക് മോഡിൽ കൊടുക്കാം, ഇമെയിൽ അഡ്രസ്സിൽ അവരുടെ മെയിൽ അഡ്രസ്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്ന ഇമെയിൽ അഡ്രസ്സിനകത്തോട്ട് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും ഇൻ റൈറ്റിങ്ങിൽ വേണമെങ്കിലും നമുക്ക് ഈ ഇൻറ്റിമേഷൻ അയച്ചു കൊടുക്കാം. അതായത് ഡയറക്ടർ ആവണം എന്നുള്ള ഇൻട്രസ്റ്റ് അയച്ചു കൊടുക്കാം. അതിൻ്റെ കാര്യം അതിന് ഇൻട്രസ്റ്റ് റിട്ടേൺ ആയിട്ട് നോട്ടീസായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. ബൈ പ്ലേസിംഗ് നോട്ടീസ് ഓഫ് സച്ച് കാൻഡിഡേച്ചർ ഓർ ഇൻറ്റൻഷൻ ഓൺ ദി വെബ്സൈറ്റ് ഓഫ് ദി കമ്പനി. അതല്ലാത്ത ഒരു കാര്യം കമ്പനീൻ്റെ വെബ്സൈറ്റിൽ അവരുടെ ഇങ്ങനെയുള്ള കാൻഡിഡേച്ചർ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ അവർക്ക് പബ്ലിക് നോട്ടീസായിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ. ഈ 2 കാര്യങ്ങളും ചെയ്യേണ്ട എങ്ങനത്തെ സിറ്റുവേഷനാണ്? ഇൻഡിവിജ്വൽ നോട്ടീസസ് കമ്പനി അഡ്വർടൈസ് ചെയ്യാണ് ന്യൂസ് പേപ്പറിൽ. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, മീറ്റിങ്ങിൻ്റെ ദിവസത്തിന് 7 ഡേയ്സ് മുമ്പ് ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജുള്ള, അതായത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും, അതേമാതിരി ഏതെങ്കിലും പ്രമുഖമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂസ് പേപ്പറിലും അവർ ഈ കാൻഡിഡേച്ചർ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മേലെ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഓരോ ഇൻഡിവിജ്വലിനും നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതേമാതിരി വെബ്സൈറ്റിലും കാണിക്കേണ്ട ആവശ്യമില്ല. ദി കാൻഡിഡേച്ചർ ഓർ ദി member who intends to propose him as a director has to deposit a sum of rupees 1 lakh or must hire a month. അപ്പം ഒരു മെമ്പർക്ക് അയാൾക്ക് ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാളോ അല്ലെങ്കിൽ അയാളെ ശുപാർശ ചെയ്യുന്ന ഒരാളായാലും അവരോ 1 lakh rupees ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ 1 lakh rupees അല്ലെങ്കിൽ അതിൽ ഹയർ എമൗണ്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. ഇത് റീഫണ്ട് ചെയ്യും എലക്ട് ചെയ്യുമ്പോൾ ആരാണോ ഡയറക്ടറായിട്ട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആർക്കാണോ ഡയറക്ടർ ആവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് അവർക്ക് 25% കൂടുതൽ വാലിഡ് വോട്ട്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ പേ ചെയ്ത എമൗണ്ട് തിരിച്ച് റീഫണ്ട് ആവും. ദി ഡെപ്പോസിറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഓർ ഡയറക്ടർ റെക്കമെൻഡഡ് ബൈ നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റി ഓർ റെക്കമെൻഡഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർക്ക്, അതേമാതിരി നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന ഡയറക്ടർക്ക്, അതേമാതിരി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഡയറക്ടർക്ക് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ടു ബി വോട്ടഡ് ഓൺ ഇൻഡിവിജ്വലി. സെക്ഷൻ 160 പ്രിസ്ക്രൈബ് ദി മോഡ് ഓഫ് വോട്ടിംഗ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. എങ്ങനെയാണ് ഇൻഡിവിജ്വലി ഡയറക്ടറിനെ വോട്ട് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജനറൽ മീറ്റിങ്ങിലാണ്. അതിന് പ്രത്യേകിച്ച് മോഷണമൊന്നും, അതായത് സ്പെഷ്യൽ റെസൊല്യൂഷൻ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊരു കാര്യം ഇതാക്കേണ്ട ആവശ്യമില്ല. at the general meeting of the company for the appointment of 2 or more persons as directed by a single resolution unless a resolution is first anonymously passed that it shall be so made. ഒരു സിംഗിൾ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ
രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാരെ വേണമെങ്കിൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് ജനറൽ മീറ്റിങ്ങിൽ കഴിയും. According to subsection 3, a motion for approving a person for appointment or for nominating a person for appointment as a director shall be treated as a motion for his appointment. അങ്ങനെ ഒരാളെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പോയിൻമെൻറ്റിനുള്ള മോഷനായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുള്ളതാണ്. രണ്ട് ഇതാണ് അഡീഷണൽ ഡയറക്ടേഴ്സ്, അതേമാതിരി ഓൾട്ടർനേറ്റീവ് ഡയറക്ടേഴ്സ്. അഡീഷണൽ ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരു അഡീഷണൽ ഒരാളാണ്. ഓൾറെഡി ഇപ്പോൾ 5 ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരു 6th ഡയറക്ടറിനെ വെക്കുന്നതാണ് അഡീഷണൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ 5 ഡയറക്ടേഴ്സ് ഉണ്ട്, അതിനകത്ത് ഒരാൾക്ക് പകരം വേറൊരു ഡയറക്ടറിനെ വെക്കുന്നതാണ് ഓൾട്ടർനേറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ദെൻ അഡീഷണൽ ഡയറക്ടേഴ്സ് സെക്ഷൻ 161 ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ ടോട്ടൽ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മാക്സിമം നമ്പറിന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അതിൽ കൂടാനും പാടില്ല. അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ്, നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് എപ്പോഴാണോ അതിനുള്ളിൽ അതുവരെയാണ് ഈ അഡീഷണൽ ഡയറക്ടറിൻ്റെ ടേം എന്ന് പറയുന്നത്. ഓർ ദി ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ദി ആനുവൽ ജനറൽ മീറ്റിംഗ് ഷുഡ് ഹാവ് ബീൻ ഹെൽഡ് വിച്ചെവർ ഈസ് ഏർലിയർ. അല്ലെങ്കിൽ എന്നാണോ ആനുവൽ ജനറൽ മീറ്റിംഗ് യൂഷ്വലി നടക്കേണ്ടത് അന്ന് വരെയോ അല്ലെങ്കിൽ എന്നാണോ അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് അതുവരെ, ഇന്നത്തെ ഏതാണോ ആദ്യം അതുവരെ മാത്രമേ അഡീഷണൽ ഡയറക്ടേഴ്സിന് ഓഫീസ് ഹോൾഡ് ഡയറക്ടറായിട്ട് ഇരിക്കാനായിട്ട് പാടുള്ളൂ. രണ്ടാമത്തത് ഓൾട്ടർനേറ്റീവ് ഡയറക്ടർ സെക്ഷൻ 161. ഇതും ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ കമ്പനി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഡയറക്ടറിൻ്റെ ആബ്സെൻസിൽ നമുക്ക് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 3 months മിനിമം 3 months ആണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ഇന്ത്യയിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യയിൽ മിനിമം 3 years ആണ് ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുക. എ പേഴ്സൺ ഹോൾഡിംഗ് എനി ഓൾട്ടർനേറ്റ് ഡയറക്ടർഷിപ്പ് ഫോർ എനി അതർ ഡയറക്ടർ ഓഫ് ദി കമ്പനി ഷാൽ നോട്ട് ബി അപ്പോയിൻറ്റ്. അതായത് ഓൾറെഡി ഒരു ഓൾട്ടർനേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് പിന്നീട് വേറൊരു ഡയറക്ടറിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എ പേഴ്സൺ ഹോൾഡിംഗ് ഓൺലി ഓൾട്ടർനേറ്റ് ഡയറക്ടർ ഫോർ എനി അതർ ഡയറക്ടർ ഇൻ ദി കമ്പനി ഷാൽ നോട്ട് ബി അപ്പോയിൻറ്റഡ്. എ പേഴ്സൺ ഷാൽ ബി അപ്പോയിൻറ്റഡ് ആസ് എൻ alternate director for an independent director unless he is qualified to be appointed as an independent director. ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിന് നമുക്കൊരു ഓൾട്ടർനേറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അയാളും അതായത് ഓൾട്ടർനേറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാൾക്കും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ ക്വാളിഫിക്കേഷൻസ് എല്ലാതും ഉണ്ടായിട്ടുണ്ടാവണം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്താണെന്ന് നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യും. അടുത്തത് ഡയറക്ടർ അഗെയിൻസ്റ്റ് എ കാഷ്വൽ വേക്കൻസി. ഇപ്പം എന്തെങ്കിലും കാഷ്വൽ വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. കാഷ്വൽ വേക്കൻസി എന്ന് പറയുമ്പം പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് വേക്കൻസി ആവുകയാണ്, ഡയറക്ടർഷിപ്പ് വേക്കൻസി ആവും, റെസിഗ്നേഷനോ അല്ലെങ്കിൽ ഇൻസോൾവൻസി, ഡെത്ത്, ഇതൊക്കെയാണ് യൂഷ്വൽ സിറ്റുവേഷൻസ്. ഇങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എത്ര കാലമാണോ അതിന് മുമ്പുണ്ടായിരുന്ന ഡയറക്ടറിൻ്റെ ടേം ഓഫ് ഓഫീസ് അതുവരെ ആയിരിക്കും ഈ പുതിയ ആളുടെയും അപ്പോയിൻമെൻറ്റിൻ്റെ വാലിഡിറ്റി. അടുത്തത് നോമിനി ഡയറക്ടേഴ്സ്. സബ്ജക്ട് ടു ദി ആർട്ടിക്കിൾസ് ഓഫ് എ കമ്പനി, the board may appoint any person as a director nominated by an institution in pursuance of the provisions of any law for the time being in force or of any agreement or by the central government or the state government by virtue of its shareholding as a government company. ഗവൺമെൻറ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എഗ്രിമെൻറ്റ് പ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ലോൻ്റെ പ്രകാരം വേണമെങ്കിൽ ഡയറക്ടേഴ്സിനെ നോമിനിയായിട്ട്, അതായത് അവരെ റെപ്രസെൻ്റ് ചെയ്ത് അവരുടെ നോമിനി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. Subsection 3 of the section 149 provides that every company shall have at least one director who has stayed in India for a total period of not less than 182 days in the previous calendar year. പ്രീവിയസ് കാലണ്ടർ ഇയറിൽ മിനിമം 182 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ നിന്നിട്ടുള്ള ആളായിരിക്കണം ഒരു കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡയറക്ടറെങ്കിലും. അതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു ഡയറക്ടറെങ്കിലും ഇന്ത്യൻ്റെ റെസിഡൻറ്റ് ആയിരിക്കണം, അതാണ് ഉദ്ദേശം.
Then appointment of independent director. Subsection 4 of the section 149 requires every listed public company to have at least 1/3 of the total number of directors as independent directors, and the central government prescribe the minimum number of independent directors in case of any classes of public companies. എല്ലാ പബ്ലിക് കമ്പനീസും നിർബന്ധമായിട്ടും 1/3 ഓഫ് ദി ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ ടോട്ടൽ 1/3 നമ്പറിൽ നിന്ന് ഇൻഡിപെൻഡൻറ്റ് ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ 1/3 എങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണമെന്ന് കമ്പൽസറിയാണ് ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഏതാണെന്ന് ഇതിനകത്ത് ഏതാണെന്നുണ്ടെങ്കിലും അത്. ദി മാനേജിംഗ് ഡയറക്ടർ ഓർ വോൾ ടൈം ഡയറക്ടർ ഓർ നോമിനി ഡയറക്ടർ ഈസ് നോട്ട് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ഡയറക്ടർ നോമിനി ഡയറക്ടറൊന്നും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇനി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ മീനിങ് ആണ് ആസ് പെർ സെക്ഷൻ 149 സബ്സെക്ഷൻ 6 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ടു ബി ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ദി ഇൻഡിവിജ്വൽ ഷുഡ്. ഇനി പറയുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്താലാണ് ഒരു ഡയറക്ടറിന് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുള്ളൂ. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിന് മീനിങ് ആണ് പറയുന്നത്. ഫസ്റ്റ്, ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറോ വോൾ ടൈം ഡയറക്ടറോ അല്ലെങ്കിൽ നോമിനി ഡയറക്ടറോ ആവാനായിട്ട് പാടില്ല. അതേമാതിരി ബി എ പേഴ്സൺ ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് പോസസ് റിലവൻറ്റ് എക്സ്പെർട്ടൈസ് ആൻഡ് എക്സ്പീരിയൻസ്. പ്രോപ്പറായിട്ടുള്ള എക്സ്പീരിയൻസും അതേമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പെർട്ടീസും ഇൻറ്റഗ്രിറ്റിയും ഉള്ള ആളായിരിക്കണം ഇൻഡിവിജ്വൽ ഡയറക്ടർ എന്ന് പറയുന്നത്. നോട്ട് ബി എ പ്രൊമോട്ടർ ഓഫ് ദി കമ്പനി ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് സബ്സിഡിയറി അസോസിയേറ്റ് കമ്പനി. ഒരു കമ്പനിയുടെ പ്രൊമോട്ടറോ അതിൻ്റെ ഹോൾഡിങ്ങിൻ്റെ പ്രൊമോട്ടറോ അല്ലെങ്കിൽ സബ്സിഡിയറിൻ്റെ അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനിയുടെ പ്രൊമോട്ടർ ആവാനായിട്ട് പാടില്ല. നോട്ട് ബി റിലേറ്റഡ് ടു പ്രൊമോട്ടേഴ്സ് ഡയറക്ടേഴ്സ് ഇൻ ദി കമ്പനി ഇറ്റ്സ് ഹോൾഡിംഗ് സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനി. പ്രൊമോട്ടറിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടർ ഏതെങ്കിലും കമ്പനീൻ്റെ അതിൻ്റെ ഹോൾഡിങ്ങിൻ്റെ സബ്സിഡറിൻ്റെ അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനിയുടെയോ പ്രൊമോട്ടറിൻ്റെ ഡയറക്ടറിൻ്റെ റിലേറ്റീവ് ആവാനും പാടില്ല. പ്രൊമോട്ടർ ആവാനും പാടില്ല, പ്രൊമോട്ടർ ആവാനും പാടില്ല. അതേമാതിരി പ്രൊമോട്ടറിൻ്റെ ഡയറക്ടറിൻ്റെ റിലേറ്റീവ് ആവാനായിട്ടും പാടില്ല. ഹാവ് ഓർ ഹാഡ് എനി പെക്യൂണറി റിലേഷൻഷിപ്പ് വിത്ത് ദി കമ്പനി ഡ്യൂറിംഗ് ദി 2 immediate preceding financial years ഓർ ഡ്യൂറിംഗ് ദി കറൻറ്റ് ഫിനാൻഷ്യൽ ഇയർ. കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള 2 ഫിനാൻഷ്യൽ ഇയറിലോ ഒരു മോണിറ്ററി റിലേഷൻഷിപ്പും ആ കമ്പനിയായിട്ട് ഉണ്ടാവാൻ പാടില്ല ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവണമെങ്കിൽ. നോട്ട് ഹാവ് എനി റിലേറ്റീവ് ഹൂ ഹാസ് ഓർ ഹാഡ് പെക്യൂണറി റിലേഷൻഷിപ്പ് ഓർ ട്രാൻസാക്ഷൻ വിത്ത് ദി കമ്പനി. ഏതെങ്കിലും ഒരു റിലേറ്റീവിന് ഈ കമ്പനിയായിട്ട് ഒരു ഒരു മോണിറ്ററി റിലേഷൻഷിപ്പോ ഒരു ട്രാൻസാക്ഷനോ ആ കമ്പനിയായിട്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. amounting to 2% or more of its gross turnover or total income of the 50 lakh rupees or such higher amount as may be prescribed whichever is lower during the 2 immediate preceding financial year. ഈ പെക്യൂണിയറി ഇൻട്രസ്റ്റ് അതായത് മോണിറ്ററി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ എമൗണ്ടാണ് ഈ പറയുന്നത്. 2% അല്ലെങ്കിൽ കൂടുതൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ 2% കൂടുതലോ അല്ലെങ്കിൽ 50 lakh rupeesോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അതേമാതിരി വേറെ എന്തെങ്കിലും എമൗണ്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഏതാണോ കുറവ് അതിൽ കൂടുതലുള്ള രീതിയിലുള്ള ഒരു മോണിറ്ററി റിലേഷൻഷിപ്പും ഉണ്ടാവാൻ പാടില്ല ഈ ഫിനാൻഷ്യൽ ഇയറിലും. അതേമാതിരി അതിന് തൊട്ട് മുമ്പുള്ള കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലോ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള 2 ഫിനാൻഷ്യൽ ഇയറിലോ ഈ പറഞ്ഞ എമൗണ്ടിനെക്കാട്ടി കൂടുതലായിട്ടുള്ള ഒരു മോണിറ്ററി റിലേഷൻസ് ആ കമ്പനിയായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർക്കോ അതിൻ്റെ റിലേറ്റീവിനോ അവരുടെ ആരെങ്കിലും റിലേറ്റീവ്സിനോ ഉണ്ടാവാനായിട്ട് പാടില്ല. ബി എ പേഴ്സൺ ഹു നീദർ ഹിംസെൽഫ് നോർ എനി ഓഫ് ഇറ്റ്സ് റിലേറ്റീവ്സ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ holds or has held the position of a key manager person or is or has been employee of the company of the 3 financial years immediately preceding the financial in which he is proposed to be appointed. അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളോ അയാളുടെ റിലേറ്റീവ്സോ ആ കമ്പനിയുടെ കീ മാനേജറിയൽ പേഴ്സണലോ അല്ലെങ്കിൽ ഫോർമർ ഒരു എംപ്ലോയിയോ ആയിട്ടുണ്ടാവാനായിട്ട് പാടില്ല. ഫോർ മിനിമം 3 തൊട്ട് മുമ്പുള്ള 3 ഫിനാൻഷ്യൽ ഇയറിൽ ഇങ്ങനെയുള്ളൊരു റിലേഷൻ ആ കമ്പനിയായിട്ട് ഉണ്ടായിട്ടുണ്ടാവാനായിട്ട് പാടില്ല. അയാൾക്ക് ബാധകമാണ്, റിലേറ്റീവ്സിന് ബാധകമാണ്. രണ്ടാമത്തത് ഈസ് ഓർ ഹാസ് ബീൻ ആൻ എംപ്ലോയി ഓർ പ്രൊപ്പറേറ്റർ ഓഫ് എ or a partner in any of the 3 financial years immediately preceding the financial in which he is proposed to be appointed of a firm of audits or company secretary in practice, custodians of the company or its holding subsidiary or associate company or any. അതായത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പ്
ആ കമ്പനിയായിട്ട് ഇയാൾക്ക് ഉണ്ടാവാൻ പാടില്ല. ബിഫോർ അറ്റ്ലീസ്റ്റ് 3 years പ്രിസീഡിങ് ആയിട്ടുള്ള 3 yearsനുള്ളിൽ ഇങ്ങനത്തെ ഈ പറഞ്ഞ യാതൊരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പും ആ കമ്പനി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാൻ ഉദ്ദേശിക്കുന്ന അയാൾക്ക് ആ കമ്പനിയായിട്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. എംപ്ലോയിയോ പ്രൊപ്പറേറ്ററോ അല്ലെങ്കിൽ പാർട്ട്ണറോ ആയിട്ടുള്ള അയാൾ പ്രൊപ്പറേറ്ററോ എംപ്ലോയിയോ പാർട്ട്ണറോ ആയിട്ടുള്ള കമ്പനിയായിട്ട് അയാൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. അതായത് ഒരു ഓഡിറ്റ് കമ്പനിയോ കമ്പനി സെക്രട്ടറി ആയിട്ടോ അയാൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവാനായിട്ട് പാടില്ല. അതേമാതിരി ഇൻ ലീഗൽ ഓർ കൺസൾട്ടിംഗ് ഫേം ദാറ്റ് ഹാസ് ഓർ ഹാഡ് എനി ട്രാൻസാക്ഷൻ വിത്ത് ദി കമ്പനി ഇസ് ഹോൾഡിംഗ് സബ്സിഡിയറി ഓർ അസോസിയേറ്റ് കമ്പനി അമൗണ്ടിങ് ടു 10% or more of the gross turnover of such firm. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ഒരു ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യാണ്. അപ്പം അയാൾ അതിന് തൊട്ട് മുമ്പുള്ള 3 വർഷം ഓഡിറ്റ് ഫേമിൻ്റെ പേര് എ, അയാൾ പുതിയതായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാൻ പോകുന്ന കമ്പനിയുടെ പേര് സി. അപ്പം ഈ എയിൽ അയാൾ വർക്ക് ചെയ്തിരുന്ന സമയത്ത് സിയുടെ കമ്പനിയുടെ ലീഗൽ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഓഡിറ്ററായിട്ടോ അങ്ങനെ ഒരു തരത്തിലുള്ള റിലേഷനും ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. അതാണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതേമാതിരി ഹോൾഡ്സ് ടുഗെദർ വിത്ത് ഹിസ് റിലേറ്റീവ്സ് 2% ഓർ മോർ ഓഫ് ദി ടോട്ടൽ വോട്ടിംഗ് റൈറ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ 2% കൂടുതലായിട്ടുള്ള അയാളും അയാളുടെ റിലേറ്റീവ്സും കൂടെ കൂടിയിട്ട് 2% കൂടുതലുള്ള വോട്ടിംഗ് പവേഴ്സ് കമ്പനിയിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ഈസ് എ ചീഫ് എക്സിക്യൂട്ടീവ് ഓർ ഡയറക്ടർ ബൈ വാട്ട് എവർ നെയിം കോൾഡ് of any non-profit organization that receive 25% or more of its receipts of the company, any of its promoters, directors or its holding subsidiary associate company, or that hold 2% or more of the voting rights of the company. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഫണ്ട് കിട്ടുന്ന ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ ഡയറക്ടറോ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. 25% കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദാറ്റ് റിസീവ് 25% മോർ ഓഫ് ഇറ്റ്സ് റിസീവ് ഫ്രം ദി കമ്പനി. അയാൾ ഏതെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണ്. ആ കമ്പനിയുടെ ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ 25% അതിൽ കൂടുതലും റെസീപ്റ്റ്സ് ഈ കമ്പനിയിൽ നിന്നാണ് ഏത് പറയുന്ന കമ്പനിയിൽ നിന്നാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്തുനിന്നോ ഡയറക്ടേഴ്സിൻ്റെ അടുത്തുനിന്നോ, ഹോൾഡിംഗ് കമ്പനി ആണെങ്കിലും സബ്സിഡിയറി കമ്പനി ആണെങ്കിലോ അസോസിയേറ്റ് കമ്പനി ആണെങ്കിലോ ഇതിനകത്ത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നാണെങ്കിലും ഈ പറഞ്ഞ ആൾക്കാരനാണെന്നെങ്കിലും ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് 25% കൂടുതൽ റെസീപ്റ്റ്സ് അവിടെ നിന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ കമ്പനിയിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പ്രോസസ് സച്ച് അതർ ക്വാളിഫിക്കേഷൻ ആസ് പ്രിസ്ക്രൈബ്. അതേമാതിരി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള അല്ലാത്ത ക്വാളിഫിക്കേഷൻസും ഉണ്ടായിട്ടുണ്ടാവണം. Under the Companies Act 2013, nominee directors of banks or finance institution will not be considered as independent directors. ഒരു ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെയോ നോമിനി ഡയറക്ടേഴ്സിനെ നമ്മൾ യൂഷ്വലി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് സെക്ഷൻ 150. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ യൂഷ്വലി സെലക്ട് ചെയ്യാറ് അവരുടെ എക്സ്പെർട്ടീസും എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻസും നോക്കിയിട്ട് മാത്രമാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യാറ്. അപ്പം അതിന് യൂഷ്വലി ഒരു ഡാറ്റാ ബാങ്ക് ഉണ്ടാകും. അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആകാനായിട്ട് ക്വാളിഫൈ ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻഫോർമേഷൻസും കാര്യങ്ങളുള്ളൊരു ഡാറ്റാ ബാങ്ക് ഉണ്ടാകും. അതിൽ നിന്നുമാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുക. അപ്പം ഒരു കമ്പനിക്ക് അവർക്ക് വേണ്ട പോലത്തെ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരെ അയാളുടെ എലിജിബിലിറ്റി അതേമാതിരി അയാളുടെ വില്ലിങ്നെസ്സും നോക്കിയിട്ടാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. യൂഷ്വലി കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ അപ്രൂവ് ചെയ്താലാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അതേമാതിരി ആ ഡയറക്ടറിനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നുള്ളതിനുള്ള ഒരു എക്സ്പ്ലനറി സ്റ്റേറ്റ്മെൻറ്റ് ജനറൽ മീറ്റിങ്ങിൽ നോട്ടീസായിട്ട് കൊടുത്തിട്ടുണ്ടാവണം. അതിനുശേഷം മാത്രമേ എന്തുകൊണ്ടാണ് അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ ഇന്ന ആളെ സെലക്ട് ചെയ്യാനായിട്ട് കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് ആ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടാവണം. അതിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് ദി ബോർഡ് ഹി ഫുൾഫിൽസ് ദി കണ്ടീഷൻ സ്പെസിഫൈഡ് ഇൻ ദിസ് ആക്ട് ഫോർ സച്ച് ആൻ അപ്പോയിൻമെൻറ്റ്. അതായത് ഈ ബോർഡിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് അയാൾ ആക്ട് പ്രകാരം കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാനുള്ള എല്ലാ കണ്ടീഷൻസും സ്പെസിഫൈ ചെയ്തിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അത് കാരണം ഇന്ന ആളെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതാണ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആ നോട്ടീസിൽ ഉണ്ടാവണം. No person shall be appointed as an alternate director of an independent director unless he is qualified to be an independent director. അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ ഓൾട്ടർനേറ്റ് ആയിട്ടൊരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളായിട്ടുണ്ടാവണം.
Then appointment of independent director shall be formalized through a letter of appointment which shall set out ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് ടേം ഓഫ് അപ്പോയിൻറ്റ്, എത്ര കാലത്തേക്കാണ് അയാളുടെ അപ്പോയിൻമെൻറ്റ് എന്നുള്ളത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ, അതായത് അയാൾ ആ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൽ നിന്ന് എന്തൊക്കെയാണ് ഈ ബോർഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അത് ഉണ്ടാവണം. ദി ബോർഡ് ലെവൽ കമ്മിറ്റി ഇൻ വിച്ച് ദി ഡയറക്ടർ എക്സ്പെക്ട് ടു സെർവ് ആൻഡ് ഇറ്റ്സ് ടാസ്ക്, എന്തൊക്കെയാണ് അയാളുടെ ടാസ്ക്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അയാൾ ഉള്ളത്, അതെല്ലാം ഉണ്ടാവണം ഇതിൽ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ. അതേമാതിരി മൂന്നാമത് ദി ഫിഡ്യൂഷ്യറി ഡ്യൂട്ടീസ് ദാറ്റ് കം വിത്ത് സച്ച് ആൻ അപ്പോയിൻമെൻറ്റ് അലോങ് വിത്ത് അക്കമ്പനിങ് ലയബിലിറ്റീസ്, അയാളുടെ ഡ്യൂട്ടീസും ലയബിലിറ്റീസും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പ്രൊവിഷൻസ് ഫോർ ഡയറക്ടേഴ്സ് ആൻഡ് ഓഫീസ് ഇൻഷുറൻസ് ഇഫ് എനി, എന്തെങ്കിലും ഇൻഷുറൻസ് ഓഫീസേഴ്സ് ഇൻഷുറൻസോ ഡയറക്ടേഴ്സ് ഇൻഷുറൻസോ അതിൻ്റെ പ്രൊവിഷൻസൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി ആ കമ്പനിയുടെ ഡയറക്ടേഴ്സിൽ നിന്നും എംപ്ലോയീസിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന കോഡ് ഓഫ് ബിസിനസ് എത്തിക്സും അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി ആ കമ്പനിയിൽ ഒരു ഡയറക്ടറിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യാൻ പാടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ്, അയാളുടെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷനിങ് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി അയാളുടെ റെമ്യൂണറേഷൻ, പീരിയോഡിക് ഫീസ് എത്രയാണ്, എത്രത്തോളം എന്തൊക്കെ എക്സ്പെൻസസ് ആണ് റീഇംബേഴ്സ് ചെയ്യുക. അതേമാതിരി ബോർഡ് ഓഫ് മീറ്റിംഗ്സിനകത്തും അത് അല്ലാതെ ഏതെങ്കിലും മീറ്റിംഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അതേമാതിരി പ്രോഫിറ്റിൽ നിന്ന് എന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എല്ലാം ഈ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ നമ്മൾ റീഅപ്പോയിൻറ്റ് ചെയ്യുക അവരുടെ പെർഫോമൻസ് ഇവാലുവേഷൻ അനുസരിച്ചിട്ടാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ നമ്മൾ റീഅപ്പോയിൻറ്റ് ചെയ്യുക. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ സെക്ഷൻ 149 സബ്സെക്ഷൻ 9 ആൻഡ് 197 സബ്സെക്ഷൻ 7 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് സിറ്റിംഗ് ഫീസ്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് സിറ്റിംഗ് ഫീസ് മീറ്റിംഗ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അല്ലാതെ കമ്മിറ്റി മീറ്റിംഗ്സും എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് അവർക്ക് സിറ്റിംഗ് ഫീസ് കൊടുക്കും. അതേമാതിരി അവരുടെ എക്സ്പെൻസസ് എല്ലാം റീഎംബേഴ്സ് ചെയ്ത് കൊടുക്കും ബോർഡ് മീറ്റിംഗ്സിലും അല്ലാതെ മീറ്റിംഗ്സിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേമാതിരി കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു കമ്മീഷനും അവർക്ക് കിട്ടും. പക്ഷെ അവർക്ക് സ്റ്റോക്ക് ഓപ്ഷൻ ഇല്ല, കമ്പനിയുടെ സ്റ്റോക്ക് ഓപ്ഷൻ്റെ റൈറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് ഉണ്ടാവില്ല. അടുത്തത് റെസിഗ്നേഷൻ ഓർ റിമൂവൽ. ഒരു നോർമൽ ഡയറക്ടറിനെ റിമൂവ് ചെയ്യാനുള്ള റെസിഗ്നേഷനുള്ള അതേ പ്രൊവിഷൻസ് തന്നെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനുള്ളത്. സെക്ഷൻ 168 ആൻഡ് 169 പറഞ്ഞിട്ടുള്ളത്. ആൻഡ് റിസൈൻസ് ഓർ ഈസ് റിമൂവ് ഫ്രോം ദി ബോർഡ് ഓഫ് ദി കമ്പനി ഷാൽ ബി റീപ്ലേസ്ഡ് ബൈ ന്യൂ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ വിത്തിൻ ദ പീരീഡ് ഓർ ഫോർ നോട്ട് മോർ ദാൻ 180 days. ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ പോയാലോ അല്ലെങ്കിൽ റിമൂവ് ആയി കഴിഞ്ഞാലോ വിത്തിൻ 180 days തന്നെ വേറൊരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. fulfills the requirement of independent director in his board even without filling the vacancy. ഇപ്പോൾ വേറെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാതെ തന്നെ വേക്കൻസി ഫുള്ളാവുകയാണ്, അതായത് വേറൊരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ തന്നെ റീപ്ലേസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ദെൻ സെപ്പറേറ്റ് മീറ്റിംഗ്സ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ സെപ്പറേറ്റ് മീറ്റിംഗ്സ് ഹോൾഡ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഹോൾഡ് ചെയ്യാമെന്നല്ല, കമ്പൽസറി ഹോൾഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു ഇയറിൽ അറ്റ്ലീസ്റ്റ് ഒരു മീറ്റിംഗ് എങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഹോൾഡ് ചെയ്യണം. അതിനകത്ത് നോൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ മെമ്പേഴ്സും ആ മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് പാടില്ല. ഓൾ ദി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ഷാൽ ട്രൈ ടു ബി പ്രസൻറ്റ് അറ്റ് സച്ച് മീറ്റിംഗ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് മാത്രമുള്ള മീറ്റിങ്ങിൽ എല്ലാ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും, അതായത് ആ കമ്പനിയുടെ എല്ലാ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും പ്രസൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദി മീറ്റിംഗ് ഷാൽ റിവ്യൂ ദി പെർഫോമൻസ് ഓഫ് നോൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആൻഡ് ബോർഡ് ആസ് എ ഹോൾ. ഈ മീറ്റിങ്ങിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ളവരെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. അതേമാതിരി ബോർഡിൻ്റെ പെർഫോമൻസും റിവ്യൂ ചെയ്യും. രണ്ടാമത് ചെയർപേഴ്സൻ്റെ, കമ്പനിയുടെ ചെയർപേഴ്സൻ്റെ പെർഫോമൻസ് റിവ്യൂ ചെയ്യും. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും പെർഫോമൻസ് റിവ്യൂ ചെയ്യും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ. അതേമാതിരി അസസ് ദി ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് ടൈംലിനെസ് ഓഫ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. കമ്പനിയുടെ ഇൻഫർമേഷൻ്റെ ഫ്ലോൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഡിസിപ്ലിനും കാര്യങ്ങളും എല്ലാം ടൈംലിനെസ്സും എല്ലാം ചെക്ക് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. കമ്പനി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ, ബോർഡ് പ്രോപ്പറായിട്ടാണ് റീസണബിളായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഡ്യൂട്ടീസ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. അവരിതിന് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് അവർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സെപ്പറേറ്റ് മീറ്റിംഗ് വെക്കുന്നത്.
Evaluation mechanism. The performance evaluation of independent directors shall be done by the entire board of directors excluding the director being evaluated. ഇപ്പം ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെ ജഡ്ജ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ ബാക്കിയുള്ള എല്ലാ ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എല്ലാവരും അവരുടെ പെർഫോമൻസും ഇവാലുവേറ്റ് ചെയ്യും. On the basis of the report of performance evaluated, it shall be determined whether to extend or continue the term of appointment of the independent director. ഈ ഇവാലുവേഷൻ്റെ ബേസിസിലായിരിക്കും അവരെ രണ്ടാമത് അപ്പോയിൻറ്റ് ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്തു പോകണോ അതോ ഇവിടെ വെച്ച് അവരെ റിസൈൻ ചെയ്ത് വിടണോ എക്സ്റ്റെൻഡ് ചെയ്യണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് ഈ പെർഫോമൻസ് ഇവാലുവേഷൻ്റെ ബേസിസിലാണ്. അടുത്തത് ടേം ഓഫ് ഓഫീസ്. ആസ് പെർ സബ്സെക്ഷൻ 10 and 11 ഓഫ് സെക്ഷൻ 149. സെക്ഷൻ 149 സബ്സെക്ഷൻ 10ഉം 11ഉം പ്രകാരം ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് 5 കണ്ടിന്യൂസ് ആയിട്ട് 5 ഇയേഴ്സിനകത്താണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. അയാളെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് റീഅപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ റീഅപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോർഡിൻ്റെ റിപ്പോർട്ടിനകത്ത് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. 2 ടേമിൽ കോൺസിക്യൂട്ടീവായിട്ട് 2ൽ കൂടുതൽ ടേംസിനകത്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിന് ഇരിക്കാനായിട്ട് പാടില്ല. അതായത് മോർ ദാൻ 10 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ഒരു കമ്പനിയിൽ തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. പക്ഷെ അയാൾ ഒരു നോർമൽ ഡയറക്ടർ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അതായത് നോൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വേണമെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാം ആഫ്റ്റർ 3 ഇയേഴ്സ്. അതായത് കോൺസിക്യൂട്ടീവായിട്ട് 2 ടേം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അയാളെ വേണമെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ലയബിലിറ്റി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റിയാണ് സെക്ഷൻ 149 സബ്സെക്ഷൻ 12 പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് ലയബിളാണ് സച്ച് ആക്ട്സ് ഓഫ് ഒമിഷൻ കമ്മീഷൻ ബൈ ദി കമ്പനി വിച്ച് ആർ ഒക്കോർഡ് വിത്ത് ഹിസ് നോളജ്. കമ്പനി അയാളുടെ അറിവ് പ്രകാരം കമ്പനി ചെയ്തിട്ടുള്ള എല്ലാ ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസും അതിന് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സും ലയബിളായിരിക്കും. അതേമാതിരി വിത്ത് ഹിസ് കൺസെൻറ്റ് ഓർ കൺവീനിയൻസ് ഓർ വേർ ഹി ഹാഡ് നോട്ട് ആക്റ്റഡ് ഡെലിജൻ്റ്ലി അയാൾ പ്രോപ്പറായിട്ട് നോക്കിയില്ല അയാളുടെ കൺസെൻറ്റോടു കൂടിയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ പ്രോപ്പർ കൺസെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയ കൺസെൻറ്റ് കൊണ്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ലയബിളായിരിക്കും. കോഡ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഷെഡ്യൂൾ 4 പ്രൊഫഷണൽ കണ്ടക്ട്. യൂഷ്വലി ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അവരുടെ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ടാണ് ചൂസ് ചെയ്യാം. അപ്പം യൂഷ്വലി ഈ ഫിനാൻഷ്യൽ ഇതിനകത്തുള്ള എക്സ്പെർട്ടീസും കാര്യങ്ങളുമാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നോക്കുന്ന കാര്യം. അപ്പം അവർ ആ പ്രൊഫഷണൽ കണ്ടക്ട് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആ കമ്പനിയുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. എന്താണോ അയാളുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാനും അയാളുടെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ഫെയ്ത്ത്ഫുൾ അതായത് പ്രോപ്പറായിട്ട് വിശ്വാസത്തോട് പ്രോപ്പറായിട്ടും അയാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേമാതിരി അയാളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതേമാതിരി പുറത്തുള്ള പബ്ലിക് കമ്പനിക്കാണ് യൂഷ്വലി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് കമ്പൽസറി ആയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് കമ്പനീസിൽ പബ്ലിക് മണി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫുൾ പബ്ലിക്കിൻ്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വെക്കുന്നത്. അപ്പം അവരതിന് വേണ്ടിയിട്ട് വേണം അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതായത് കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കണം, അൺഎത്തിക്കലായിട്ടുള്ള ബിസിനസ് ചെയ്ത് അൺഎത്തിക്കലായിട്ടുള്ള ആക്ട്സ് ചെയ്തിട്ട് ഫ്രോഡ് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പാടില്ല. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് അവരവരുടെ പ്രൊഫഷണലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്ത് പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്തിട്ട് വേണം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യാനായിട്ട്. അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ എലക്റ്റഡ് ബൈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ്. അതാണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലത്തെ അതിൻ്റെ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ എലക്റ്റഡ് ബൈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. One director elected by such small shareholders in such manner and with such terms and condition. ഒരു ലിസ്റ്റഡ് കമ്പനി ആകുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ഷെയർ ഹോൾഡറെങ്കിലും ഒരു ഡയറക്ടറെങ്കിലും ഈ കുറച്ച് സ്മോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഉണ്ടാവണം. സ്മോൾ ഷെയർ ഹോൾഡർ മീൻസ് ഷെയർ ഹോൾഡർ ഹോൾഡിംഗ് ഷെയർസ് ഓഫ് നോമിനൽ വാല്യൂ ഓഫ് നോട്ട് മോർ ദാൻ 20,000 rupees or such other sum as may be prescribed. സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ 20,000 കൂടുതൽ ഷെയർസ് ഹോൾഡ് ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഇൻ ദിസ് റിഗാർഡ് ഹാസ് പ്രിസ്ക്രൈബ് ദി റൂൾസ് എ നോട്ടീസ് ഓഫ് ദാറ്റ് എഫക്റ്റ് ഈസ് ഗീവൺ ബൈ. അതായത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്
ഡയറക്ടർ സ്മോൾ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള റൂൾസ് പ്രിസ്ക്രൈബ് ചെയ്തത്. അതിന് എഫക്റ്റ് ചെയ്തിട്ടുള്ള നോട്ടീസ് തരുന്നതിനകത്ത് നോട്ട് ലെസ് ദാൻ 1000 സ്മോൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവണം. അതേമാതിരി 1/10 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് സച്ച് ഷെയർ ഹോൾഡർ വിച്ച് എവർ ഈസ് എവർ. അതിനുള്ള ഇങ്ങനെ സ്മോൾ ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു നോട്ടീസ് തന്നിട്ടുണ്ടാവണം. ആര് മിനിമം 1000 സ്മോൾ ഷെയർ ഹോൾഡേഴ്സെങ്കിലും അതിനുള്ള നോട്ടീസ് തന്നിട്ടുണ്ടാവണം. അതേമാതിരി 1/10 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് 1/10 എങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് 1/10 എങ്കിലും ഇങ്ങനെ സ്മോൾ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡയറക്ടറിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവണം. ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ത്രൂ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പം ഈ കോട്ട എന്നൊക്കെ റിസർവേഷൻ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിന് സെപ്പറേറ്റ് റെസൊല്യൂഷൻ പാസ്സാക്കണം. പക്ഷേ ഒരു സിമ്പിൾ മെജോറിറ്റി മതി സ്മോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡയറക്ടർ ആവാനായിട്ട്. As a result of it, the minority of the shareholders may not be in a position to send their representative on the board of directors. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് റെസൊല്യൂഷൻ വേണം. അതേമാതിരി അതിൻ്റെ ഒരു സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഒരു ഡയറക്ടർ ആവാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സിന്, അതായത് വോട്ടിംഗ് റൈറ്റ്സ് കുറവുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിലൊരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിലുള്ള സിസ്റ്റം വന്നിട്ടുള്ളത്. അത് സെക്ഷൻ 163 പറയുന്നത്. അതിനകത്ത് ഈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ വെക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് സെക്ഷൻ 163. ഇതിനകത്ത് അപ്പോയിൻറ്റഡ് ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ഓർ സിസ്റ്റം ഓഫ് ക്യുമുലേറ്റീവ് വോട്ടിംഗ് ഓർ അതർവൈസ്. ഇതിനകത്ത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് അല്ലെങ്കിൽ കുമുലേറ്റീവ് വോട്ടിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യാറ്. അതേമാതിരി ഇത് സച്ച് അപ്പോയിൻമെൻറ്റ്സ് മേ ബി മെയ്ഡ് വൺസ് ഇൻ 3 years. എല്ലാ 3 വർഷം കൂടുമ്പോഴാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വഴിയുള്ള ഡയറക്ടർ അപ്പോയിൻമെൻറ്റ് നടക്കുക. അത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് യൂഷ്വലി നടത്താറ് കേട്ടോ. ഇവരുടെ ഒരു ഡയറക്ടറെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നടത്താറ്. ക്യുമുലേറ്റീവ് വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ഡിഫറെൻറ്റ് ബോർഡുകൾക്ക് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡിഫറെൻറ്റ് കമ്മിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓരോ കമ്മിറ്റീനകത്തോട്ടും ഇലക്ഷൻ, ഇപ്പം ഇന്ന കമ്മിറ്റി ഓഡിറ്റ് കമ്മിറ്റീനകത്തോട്ട് 5 പേര്, വേറെ ഏതെങ്കിലും കമ്മിറ്റിക്കകത്ത് 5 പേര്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുമുലേറ്റീവ് വോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേനും അയാൾക്ക് മൊത്തം 3 പോസ്റ്റിനകത്തോട്ടാണ് ബോർഡ് മെമ്പേഴ്സിനെ കമ്മിറ്റിയിനകത്തോട്ടാണ് ബോർഡ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം 3 വോട്ട് അവർക്ക് ഉണ്ടാകും. അപ്പം അവർക്ക് വേണമെങ്കിൽ ഈ സ്മോൾ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും കൂടെ അവരുടെ ഫുൾ 3 വോട്ടും കൂടെ വേണമെങ്കിൽ ഒറ്റൊരാൾക്ക് വോട്ട് കൊടുക്കാം. അതായത് ഏത് പൊസിഷനാണെന്ന് നോക്കാതെ തന്നെ വേണമെങ്കിൽ ഒരാൾക്ക് തന്നെ വോട്ട് ചെയ്യാം. അതാണ് കുമുലേറ്റീവ് വോട്ടിംഗ് എന്ന് പറയുന്നത്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുമ്പം അവർക്ക് എല്ലാവരും കൂടെ ഒരാൾക്ക് മാത്രമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, വോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതാണ് ഇത് എല്ലാ 3 years കൂടുമ്പോഴാണ് ചെയ്യാറ്. അപ്പോയിൻമെൻറ്റ് ഓഫ് വുമൺ ഡയറക്ടർ ഓൺ ദി ബോർഡ്. അതേമാതിരി നേരത്തെ പറഞ്ഞു 15 ഡയറക്ടേഴ്സിനെക്കാട്ടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ടും ഒരു വുമൺ ഡയറക്ടർ ഉണ്ടാവണം. അതേമാതിരി സെക്ഷൻ 149 കമ്പനീസ് ആക്ട് സെക്ഷൻ 149 പ്രകാരം റൂൾ 3 എല്ലാ ലിസ്റ്റഡ് കമ്പനിയിലും അതേമാതിരി എല്ലാ പബ്ലിക് കമ്പനിയിലും ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇഫ് നോട്ട് ലെസ് ദാൻ 100 crore rupees 100 crore rupeesൽ കുറയാത്ത പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ടേൺ ഓവർ 3 crore rupees അല്ലെങ്കിൽ അതിൽ കൂടുതലോ ടേൺ ഓവർ ഉള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും അത് എവറി ലിസ്റ്റഡ് കമ്പനി ആൻഡ് എവറി പബ്ലിക് കമ്പനി ആണെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് ഒരു വുമൺ ഡയറക്ടറെങ്കിലും ഉണ്ടായിട്ടുണ്ടാവണം. അതേമാതിരി ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അത് ഇൻകോർപ്പറേഷൻ ചെയ്ത് വിത്തിൻ 6 months തന്നെ അങ്ങനത്തെ ഒരു വുമൺ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. നോട്ട് ലേറ്റർ ദാൻ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു വുമൺ ഡയറക്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് ബോർഡ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ വിത്തിൻ 3 months അങ്ങനെ ഫുൾ അതിൻ്റെ ആ വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ടാവണം. ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ബോർഡ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ വിത്തിൻ 3 months ഏതാണോ കുറവ് അത്. വെക്കേഷൻ ഓഫ് ഓഫീസ് ഓഫ് എ ഡയറക്ടർ. ഒരു ഡയറക്ടറിൻ്റെ ഓഫീസ് വേക്കൻസി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാനാണ്. സബ്സെക്ഷൻ 1 ഓഫ് ദി സെക്ഷൻ 169 പ്രൊവൈഡ്സ് ദാറ്റ് ഓഫീസ് ഓഫ് ദി ഡയറക്ടർ ഷാൽ ബിക്കം വേക്കൻറ്റ് ഇഫ്
ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഡയറക്ടറുടെ ഓഫീസ് വേക്കൻ്റ് ആവുക എന്നുള്ളതാണ്. ഫസ്റ്റ്, ഹി ഇൻക്രീസ് എനി ഓഫ് ദി ഡിസ്ക്വാളിഫിക്കേഷൻ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 164. സെക്ഷൻ 164 പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇത് അയാൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, പിന്നെ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഒരു ഡയറക്ടർ അല്ലാതെ ആവാന്നുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അയാൾ ഡയറക്ടർ അല്ലാതെ ആവും. He absents himself for all the meetings of the board of directors held during a period of 12 months with or without seeking leave of absence of the board. 1 year, അതായത് 12 months അതിൽ കൂടുതലോ അയാൾ ബോർഡ് മീറ്റിംഗ്സിലോ ഒരു തരത്തിലുള്ള മീറ്റിംഗ്സിലോ ഒന്നും പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ലീവ് ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും അയാൾ ആബ്സെൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ഡയറക്ടറായിട്ടിരിക്കാനായിട്ട് പറ്റില്ല. He fails to disclose or acts in contravention of the provisions of section 184 relating to entering into contracts and arrangements in which he is directly or indirectly interested. അയാളുടെ ആക്ഷൻസ് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാതിരുന്നു എന്നുണ്ടെങ്കിൽ, അതേമാതിരി അയാളുടെ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ അയാൾക്ക് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിന് അറേഞ്ച്മെൻറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഡയറക്ടർ പൊസിഷനിൽ വേക്കൻ്റ് ആവും. ഹി ബിക്കം ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ഓർഡർ ഓഫ് കോർട്ട് ഓർഡർ, അല്ലെങ്കിൽ ഏതെങ്കിലും കോർട്ട് ഓർഡറോ അല്ലെങ്കിൽ ട്രിബ്യൂണലിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആയി പോകും. ഹി ഈസ് കൺവിക്റ്റഡ് ഓഫ് ബൈ കോർട്ട് ഓഫ് എനി ഒഫൻസസ് ആൻഡ് സെൻറ്റൻസ് ടു ഇംപ്രിസൺമെൻറ്റ് ഫോർ നോ ലെസ് ദാൻ 6 months. ഒരാളുടെ ഡയറക്ടറായിട്ടിരുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും ഒരു കേസിൽ പോയിട്ട് അയാൾ മിനിമം 6 months കൂടുതൽ അയാൾക്ക് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഓഫീസ് വേക്കൻ്റ് ആവും. അയാൾ അപ്പീൽ കൊടുത്താൽ പോലും ഈ കണ്ടീഷൻ ഇതാണ്, അതായത് അപ്പീൽ കൊടുത്താൽ പോലും അങ്ങനെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ അതിന് തീരുമാനം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും അയാൾ ഇതാണ്, അതിന് ഡയറക്ടർ ആവാനായിട്ട് കഴിയില്ല. ഹി ഈസ് റിമൂവ്ഡ് ഇൻ പേഴ്സൺസ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഈ ആക്ട്, അതായത് ഡയറക്ടറിനുള്ള ആക്ട് പ്രകാരം എന്തെങ്കിലും പ്രൊവിഷൻസ് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണം റിമൂവ് ആക്കാനായിട്ട് സാധിക്കും. Or he having been appointed a director of virtue of his holding any office or other employment in the holding subsidiary hold such office or other employment in that company. അതല്ലാതെ വേറെ ഹോൾഡിംഗ് കമ്പനീൻ്റെയോ സബ്സിഡറിൻ്റെയോ അസോസിയേറ്റ് കമ്പനിയുടെയോ എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലും അയാൾ ഡയറക്ടർ അല്ലാതെയും, അതായത് ഇപ്പം എ കമ്പനീൻ്റെ സബ്സിഡറി ഹോൾഡിങ്ങോ ആണ് ബി കമ്പനി എന്നുണ്ടെങ്കിൽ അയാൾ ഓൾറെഡി എ കമ്പനിയുടെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അയാൾ ബി കമ്പനിയുടെ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ എ കമ്പനിയുടെ ഡയറക്ടർ അല്ലാതെയും, ഓട്ടോമാറ്റിക് ഇൻ ദ സെൻസ് ആ ഡയറക്ടർഷിപ്പ് അയാളുടെ വേക്കൻ്റ് ആവും. അതാണ് ഡിസ്ക്വാളിഫിക്കേഷൻസ്. പ്രൈവറ്റ് കമ്പനി ഈ മേലെ പറഞ്ഞ സിറ്റുവേഷൻസിനകത്തൊക്കെയാണ് ഒരു ഡയറക്ടറിൻ്റെ പോസ്റ്റ് വേക്കൻ്റ് ആയിട്ട് ഇരിക്കുക. A private company may by its articles provide any other ground for the vacation of the office or of a director in addition to those specified. ഈ മേലെ പറഞ്ഞ പോയിന്റ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ വേറെതല്ലാത്ത ഗ്രൗണ്ട്സോ എന്തെങ്കിലും പോയിന്റ്സോ വേണമെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആഡ് ചെയ്യാം. ദെൻ ഈ പറഞ്ഞ പോയിൻ്റൊക്കെ ആയിട്ട് അയാളുടെ ഓൾറെഡി വേക്കൻ്റ് ആണ്, പക്ഷെ അയാൾ പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫൈൻ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഡയറക്ടറായിട്ട് അയാളുടെ ഫങ്ഷൻസൊക്കെ ഡയറക്ടറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അയാൾ ഓൾറെഡി ഡിസ്ക്വാളിഫൈഡ് ആണ്, ഡയറക്ടർ അല്ല എന്നുള്ള രീതിയിൽ ഡിസ്ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അയാൾ പിന്നെ അയാളുടെ ഓഫീസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 1 year വരെ ഇംപ്രിസൺമെൻറ്റ് കിട്ടും. അതേമാതിരി 1 lakh rupees വരെ, ഇപ്പോൾ 1 lakh rupees മുതൽ 5 lakh rupees വരെ ഫൈൻ കിട്ടുക, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനും ആവാം പെനാൾട്ടി എന്ന് പറയുന്നത്. ദെൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓൾ ദി ഡയറക്ടേഴ്സ്. ദി പ്രൊമോട്ടർ ഓർ ഇൻ ദിസ് ആബ്സെൻസ് വേണമെങ്കിൽ ഒരു കമ്പനിയുടെ ഫുൾ എല്ലാ ഡയറക്ടേഴ്സിനെയും ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ളത് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ടർ അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അതിൻ്റെ ഇതുള്ളത്. അങ്ങനെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് എത്ര ഡയറക്ടേഴ്സാണോ വേണ്ടത് അത്രയും ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. പിന്നെ റിട്ടയർമെൻറ്റ് ഓഫ് ഡയറക്ടർ, നേരത്തെ പറഞ്ഞു 2/3 ഓഫ് ഡയറക്ടേഴ്സ് റൊട്ടേഷണൽ റിട്ടയർമെൻറ്റ് ഉണ്ടാവണം. ദെൻ റെസിഗ്നേഷൻ ഓഫ് എ ഡയറക്ടേഴ്സ്, ഒരു ഡയറക്ടറിനെ എങ്ങനെ റിസൈൻ ചെയ്യാം, യൂഷ്വലി ആർട്ടിക്കിൾസിനകത്ത് അതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് അങ്ങനത്തെ റൂൾസ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് കമ്പനിക്ക് ഒരു റീസണബിൾ നോട്ടീസ് കൊടുക്കാം. നമ്മളിപ്പോൾ റെസിഗ്നേഷൻ ലെറ്ററൊക്കെ കമ്പനിയിൽ കൊടുക്കുന്ന പോലെ തന്നെ അയാൾക്കൊരു റീസണബിൾ നോട്ടീസ് കൊടുക്കാം. ഞാനിങ്ങനെ എൻ്റെ ഡയറക്ടർഷിപ്പിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് കമ്പനി അത് അക്സെപ്റ്റ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും
അയാൾ റിസൈൻ ചെയ്ത പോലെ തന്നെയാണ്, അയാൾ ഓഫീസിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയി തന്നെ. റെസിഗ്നേഷൻ കനോട്ട് ബി വിഡ്രോൺ എക്സെപ്റ്റ് വിത്ത് ദി കൺസെൻറ്റ് ഓഫ് ദി കമ്പനി കൺസെൻറ്റ്. അയാൾ ഓൾറെഡി ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ കമ്പനി വിഡ്രോ ചെയ്യാൻ പെർമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് റിസൈൻ ചെയ്യാം, റെസിഗ്നേഷൻ ലെറ്റർ വിഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ അത് ഓൾറെഡി കൊടുത്ത റെസിഗ്നേഷൻ ലെറ്റർ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. റെസിഗ്നേഷൻ ലെറ്റർ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിനകത്തോട്ടാണ് അയക്കേണ്ടത്. എഴുതി അയക്കുന്നതാണ് കൂടുതൽ പ്രിഫറബിൾ. അല്ലെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ അയാളുടെ റെസിഗ്നേഷൻ ഓറലി പറഞ്ഞാലും മതി. അതാണ് ഡയറക്ടറിൻ്റെ റെസിഗ്നേഷൻ്റെ പ്രൊസീജിയർ. ദെൻ റിമൂവൽ ഓഫ് എ ഡയറക്ടർ. എങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഒരു ഡയറക്ടറിനെ നമ്മൾ മാറ്റുന്നത്? ഫസ്റ്റ് റിമൂവൽ ബൈ ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന മാതിരി ഷെയർ ഹോൾഡേഴ്സിനെ അവർ റിമൂവ് ചെയ്യാനുള്ള പവറുണ്ട്. സെക്ഷൻ 169 recognize the inherent right of shareholders to remove the directors appointed by them. But the shareholders feel the policies pursued by the director or any of them are not to their liking, they have the option to remove the directors by passing an ordinary resolution. അവരെങ്ങനെയാണ് ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്, അതേപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ അവരെ റിമൂവ് ചെയ്യാനായിട്ടും പറ്റും. അവർക്ക് അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ടല്ല അവരുടെ പോളിസി, ഡയറക്ടേഴ്സിൻ്റെ പോളിസിയും അവരുടെ ആക്ഷൻസൊന്നും ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റിനനുസരിച്ചല്ല, അവർക്ക് എഗെയിൻസ്റ്റ് ആണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാം. പക്ഷേ അങ്ങനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ നോട്ടീസ് സെക്ഷൻ 115 പ്രകാരം ഒരു സ്പെഷ്യൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവണം. ഈ പറയുന്ന രണ്ട് ട്രിബ്യൂണൽ അപ്പോയിൻറ്റ് ചെയ്ത ഡയറക്ടേഴ്സും അതേമാതിരി പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിൽ അപ്പോയിൻറ്റ് ചെയ്ത ഡയറക്ടേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേമാതിരി ഇങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ നോട്ടീസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ നോട്ടീസിനകത്ത് എന്ത് കാരണം കൊണ്ടാണ് ഈ ഡയറക്ടറിനെ റിമൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള റീസൺ പറഞ്ഞിട്ടുണ്ടാവണം. അതേമാതിരി ഇങ്ങനെ ഇതിൻ്റെ കമ്പനിക്ക് സ്പെഷ്യൽ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കമ്പനി ഏത് ഡയറക്ടറിനെ റിമൂവ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് ആ ഡയറക്ടറിന് അതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കണം. അതേമാതിരി മീറ്റിങ്ങിൻ്റെ സമയത്ത് അയാളുടെ ഭാഗം, അതായത് ആ ഡയറക്ടറിൻ്റെ ആക്ഷൻസ് ജസ്റ്റിഫൈ ചെയ്യാനുള്ള അയാളുടെ ഭാഗം കൂടെ കേൾക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അയാൾക്ക് കൊടുക്കണം. If the director concerned has sent a written representation of the company shall send a copy of the same to all the members. In case അയാളുടെ കാര്യം പറയല്ല, അയാളുടെ കാര്യം റിട്ടേൺ ആയിട്ട് എഴുതിയാണ് കമ്പനിക്ക് പ്രസൻറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി അയാളെല്ലാ മെമ്പേഴ്സിനും അയച്ചു കൊടുക്കണം. ബിക്കോസ് ഓഫ് ദി ഷോർട്ടേജ് ഓഫ് ടൈം ഇറ്റ് മേ ബി റെഡി. ഇൻ കേസ് അങ്ങനെ അയച്ചു കൊടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മീറ്റിങ്ങിൽ വായിച്ചാലും മതി. A vacancy created by the removal of a director may be filled up by the appointment of another director. In this place, provided special notice of such appointment has been given to members. ഇങ്ങനെ ഒരാൾ ഡയറക്ടറെ റിമൂവ് ആയി കഴിഞ്ഞാൽ അതിന് പകരം വേറൊരു ഡയറക്ടറിന് ഒരു സ്പെഷ്യൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ, മീറ്റിങ്ങിന് മുമ്പ് തന്നെ ഒരു സ്പെഷ്യൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്ക് ആദ്യത്തെ റിമൂവ് ചെയ്ത ഡയറക്ടറിന് എത്രയാണോ ടേം ഉള്ളത്, ബാക്കി പീരീഡ് ഉള്ളത്, അത് മാത്രം അത്ര പീരീഡിന് ഒത്തിട്ട് മാത്രമേ അയാൾക്ക് ഡയറക്ടറായിട്ട് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. റിമൂവ് ഡയറക്ടർ കാനോട്ട് ബി റീഅപ്പോയിൻറ്റഡ് ബട്ട് ഹി ക്യാൻ ക്ലെയിം കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഓഫീസ്. ഓൾറെഡി ഇങ്ങനെ റിമൂവ് ആക്കിയിട്ടുള്ളൊരു ആൾക്ക് രണ്ടാമത് റീഅപ്പോയിൻമെൻറ്റ് ചെയ്യില്ല അങ്ങനെയുള്ള ആൾക്ക്, റിമൂവ് ചെയ്തിട്ടുള്ള ഡയറക്ടറിന്. പക്ഷേ അവർക്ക് ലോസ് ഓഫ് ഓഫീസിനുള്ള കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അടുത്തത് റിമൂവൽ ബൈ ട്രിബ്യൂണൽ സെക്ഷൻ 242. ഒരു ട്രിബ്യൂണലിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഈ ഒരു ഇന്ന ഡയറക്ടറിൻ്റെ മിസ്മാനേജ്മെൻറ്റാണ്, കമ്പനിയുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുന്നില്ല, അയാൾ ബാക്കിയുള്ള വേറെ ആരെങ്കിലും എന്തെങ്കിലും അടിച്ചമർത്തുന്നുണ്ട്, എന്തെങ്കിലും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രിബ്യൂണലിന് വേണമെങ്കിൽ അയാളുടെ ഡയറക്ടർ പോസ്റ്റിൽ നിന്ന് വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് റിമൂവൽ ബൈ ട്രിബ്യൂണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ റിമൂവ് ചെയ്യുമ്പം ആ ഡയറക്ടറിന് ഒരു കോമ്പൻസേഷനും അർഹത ഉണ്ടാവില്ല. ബിസൈഡ് സച്ച് ഡയറക്ടർ ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു സെർവ് ആസ് എ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദി കമ്പനി വിത്തൗട്ട് ലീവ് ഓഫ് ദി ട്രിബ്യൂണൽ ഫോർ എ പീരീഡ് ഓഫ് 5 years ഫ്രം ദി ഡേറ്റ് ഓഫ് ട്രിബ്യൂണൽസ് ഓർഡർ ടെർമിനേറ്റിംഗ് സെറ്റിംഗ് അസൈഡ് ഹിസ് കോൺട്രാക്ട് വിത്ത് ദി കമ്പനി. അതായത് അങ്ങനെ ട്രിബ്യൂണൽ വഴി ഒരാൾ അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 5 years വരെ അയാൾക്ക് ഒരു ഡയറക്ടറായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല. ഈ പറഞ്ഞ ട്രിബ്യൂണലിൻ്റെ ഓർഡർ മാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് 6 months വരെ ഇംപ്രിസൺമെൻ്റ് ആവാം. അതേമാതിരി 5 lakh rupees വരെ ഫൈൻ ആവാം. അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനും ആവാനായിട്ട് ഇംപ്രിസൺമെൻറ്റ് ഫൈൻ വരാനും ചാൻസ് ഉണ്ട്. അടുത്തത് ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സാണ്.
കമ്പനിയുടെ ഓവറോൾ ഫങ്ഷൻസ് മാനേജ്മെൻറ്റും സൂപ്പർവിഷനുമാണ് ഒരു ഡയറക്ടറിൻ്റെ പവർ ഫങ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പവേഴ്സ് എല്ലാം തന്നെ കമ്പനീസ് ആക്ട് സെക്ഷൻ 179 ഡയറക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. Entitled to exercise all such powers and to do all such acts and things as the company is authorized to exercise and do. അതായത് കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഡേ ടു ഡേ ഫങ്ഷനിങ്ങിനും വേണ്ടിയിട്ടും എന്തൊക്കെ പവേഴ്സ് ആണോ ഒരു ഒരാൾക്ക് വേണ്ടത് അതിനുള്ള എല്ലാ പവേഴ്സും എക്സസൈസ് ചെയ്യാനുള്ള പെർമിഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട്. ഡയറക്ടേഴ്സ് ആർ റിക്വയർഡ് ടു ആക്ട് കളക്റ്റീവ്ലി ഇൻ ദി ഫോം ഓഫ് ബോർഡ്. അതായത് ഡയറക്ടേഴ്സ് ഇൻഡിവിജ്വൽ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പ്രകാരം ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനോ ചെയ്യാനോ പാടില്ല. ഡയറക്ടേഴ്സ് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് അവർ ഡയറക്ടേഴ്സിനെ ഫങ്ഷൻ ചെയ്യുമ്പോഴും കളക്റ്റീവായിട്ട് വേണം ചെയ്യാനായിട്ട്. കമ്പനിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരു ഡയറക്ടറുമായിട്ട് മാത്രം ഒറ്റയ്ക്ക് പോയിട്ട് തീരുമാനിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല. ബോർഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം തീരുമാനിക്കണമെങ്കിൽ സർക്കുലേഷനൊക്കെ മീൻസ് എന്തെങ്കിലും പ്രൊപ്പോസലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാ ബോർഡ് മെമ്പേഴ്സുമായിട്ട് സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ എല്ലാം കൺസെൻറ്റോട് കൂടി മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കുള്ളൂ. യൂഷ്വലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവരുടെ റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ ചില സ്പെസിഫിക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദോ ദ ഷെയർ ഹോൾഡേഴ്സ് cannot generally interfere or restrict the powers of the directors, but in the following exception cases, general meeting of the shareholders makes the power conferred in the ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. യൂഷ്വലി ഷെയർ ഹോൾഡേഴ്സിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞ 3 സിറ്റുവേഷനകത്ത് കഴിയും. ആ സിറ്റുവേഷൻ ഫസ്റ്റ് വൺ, അത് ഡയറക്ടർ ആക്ട് മാലിഫൈഡ് ആൻഡ് എഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. ഇപ്പോൾ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ പവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതേമാതിരി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻകോമ്പിറ്റൻ്റ് ആണ് എന്നുള്ളത് വാലിഡ് ഇൻകോമ്പിറ്റൻ്റ് ആണെന്നുള്ളതിന് വാലിഡ് റീസൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതേമാതിരി ദർ ഈസ് എ ഡെഡ് ലോക്ക്, അവരുടെ കമ്പനി ഡയറക്ടേഴ്സ് അവരുടെ പവേഴ്സ് എക്സസൈസ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 3 സിറ്റുവേഷനകത്തും ഷെയർ ഹോൾഡേഴ്സിന് ഇൻ്റർഫെയർ ചെയ്യാവുന്നതാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇൻ്റർഫിയർ ചെയ്യാവുന്നതാണ്. പവേഴ്സ് ടു ബി എക്സസൈസ്ഡ് ബൈ ദി ബോർഡ് ഓൺലി. ബോർഡ് ഓഫ് മെമ്പേഴ്സിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മാത്രം ഉള്ള പവേഴ്സാണ് സെക്ഷൻ 179 സബ്സെക്ഷൻ 3. ഈ ബോർഡ് മെമ്പേഴ്സിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് അവർ ബോർഡ് മീറ്റിങ്ങിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ ഒരു ബോർഡ് മെമ്പറിന് തോന്നിയിട്ട് അയാൾ ചെയ്യാം. ഒരു ബോർഡ് ഡയറക്ടറിന് തോന്നിയിട്ട് ചെയ്യുക. അവർ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ചെയ്യേണ്ട പവേഴ്സാണ് ഈ പറയുന്നത്. ഫസ്റ്റ്, കോൾസ് മേക്ക് ചെയ്യാൻ. നേരത്തെ നമ്മൾ എന്തൊക്കെയാണ് കോൾസ് അതൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ കോൾസ് മേക്ക് ചെയ്യാനായിട്ട്, അതേമാതിരി ഷെയർസിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ ബൈബാക്കിന് വേണ്ടിയിട്ട്, പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാൻ, ഇന്ത്യൻ്റെ പുറത്ത് ഇഷ്യൂ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതേമാതിരി മണി ബോറോ ചെയ്യാനായിട്ട്, കമ്പനിയുടെ ഫണ്ട് വേറെ എവിടെയെങ്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അതേമാതിരി ലോൺസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, സെക്യൂരിറ്റി വെച്ചിട്ട് ലോൺസ് കൊടുക്കുക, അതല്ലാതെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ലോൺസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് നോക്കുക. അതേമാതിരി ബോർഡ് റിപ്പോർട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അപ്രൂവ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. കമ്പനിയുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതേമാതിരി കമ്പനിയുടെ അമാൽഗമേഷൻ, മെർജർ, റീകൺസ്ട്രക്ഷൻ ഇതിൻ്റെയൊക്കെ അപ്രൂവൽ കൊടുക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. വേറൊരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കുക, അവരെ കൺട്രോൾ അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ സ്റ്റേക്ക് ഈ കമ്പനി വാങ്ങിക്കുകയാണ്, ടേക്ക് ഓവർ ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പവേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കിട്ടും. ദി ബോർഡ് മേ ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് എ മീറ്റിംഗ് ഡെലിഗേറ്റ് ടു എനി കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ്, ദി മാനേജിംഗ് ഡയറക്ടർ, ദി മാനേജർ ഓർ എനി അതർ പ്രിൻസിപ്പൽ ഓഫീസർ ഓഫ് ദി കമ്പനി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അവരുടെ മീറ്റിംഗിൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി പവേഴ്സും ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കമ്മിറ്റിക്ക് ഡെലിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറിനോ, അല്ലെങ്കിൽ ഒരു മാനേജറിനോ, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രിൻസിപ്പൽ ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അവരവരുടെ റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാവുന്നതാണ്. ഈ മേലെ പറഞ്ഞതല്ലാത്ത പവേഴ്സാണ് ഒരു ബോർഡ് മീറ്റിങ്ങിൽ അവർക്ക് യൂസ് ചെയ്യാൻ ബോർഡ് മീറ്റിങ്ങിലുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന പവേഴ്സാണ് സെക്ഷൻ 179. ദി പവർ ഓഫ് ഫില്ലിംഗ് കാഷ്വൽ വേക്കൻസീസ് ഇൻ ദി ബോർഡിൽ എന്തെങ്കിലും കാഷ്വൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ
അത് ഫില്ല് ചെയ്യാനുള്ള പവർ. സാങ്ഷനിങ് ഓഫ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ഡയറക്ടർ ഈസ് ഇൻട്രസ്റ്റഡ്. ഏതെങ്കിലും ഒരു ഡയറക്ടറിന് എന്തെങ്കിലും ഒരു കോൺട്രാക്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സാങ്ഷൻ ചെയ്യാൻ. ഡിവിഡൻഡ്, റേറ്റ് ഓഫ് ഡിവിഡൻറ്റിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാൻ, അത് ഡിക്ലെയർ ചെയ്യാൻ, അത് ആനുവൽ ജനറൽ മീറ്റിംഗ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ നേടാൻ വേണ്ടിയിട്ടുള്ള പവറും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുണ്ട്. ദി പവർ ടു മേക്ക് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ള പവർ. ഒരു മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ മാനേജറിനെ ഹൂ ഈസ് ഹോൾഡിങ് ഈതർ ഓഫീസ് ഇൻ അനദർ കമ്പനി. ദി പവർ ടു അപ്പോയിൻറ്റ് എ പേഴ്സൺ ആസ് മാനേജിങ് ഡയറക്ടർ, ഒരാളെ മാനേജിങ് ഡയറക്ടറോ അല്ലെങ്കിൽ മാനേജറായിട്ടോ അപ്പോയിൻറ്റ്, വേറൊരു കമ്പനിയുടെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് ഈതർ ഓഫീസിന് അനദർ, വേറൊരു കമ്പനിയിലുള്ള ആളെ പോയിട്ട് മാനേജിങ് ഡയറക്ടറോ മാനേജറായിട്ട്, ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് ഉദ്ദേശിച്ചത്, അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പവർ ഉണ്ട്. ദി പവർ ടു ഹാവ് ഗീവ് ലോൺ ഓർ ടു ഇൻവെസ്റ്റ് ഇൻ ഷെയർസ് ഓഫ് എനി അതർ ബോഡി, വേറൊരു കമ്പനിക്ക് ബോഡി കോർപ്പറേറ്റിന് ലോൺ പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ദി പവർ ടു എൻ്റർ ഇൻ ടു എനി കോൺട്രാക്ട് അറേഞ്ച്മെൻറ്റ് വിത്ത് റിലേറ്റഡ് പാർട്ടി, റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടിയായിട്ട് ഒരു കോൺട്രാക്റ്റോ അറേഞ്ച്മെൻറ്റോ എൻ്റർ ചെയ്യാനുള്ള പവർ ബോർഡ് മീറ്റിങ്ങിന് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. പവേഴ്സ് ടു ബി എക്സസൈസ് വിത്ത് ദി സാങ്ഷൻ ജനറൽ മീറ്റിംഗ്, ജനറൽ മീറ്റിങ്ങിൽ സാങ്ഷൻ കിട്ടി ചെയ്യാൻ പറ്റുന്ന പവേഴ്സാണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ സെക്ഷൻ 180 സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കമ്പനിയുടെ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ അങ്ങനെ കമ്പനി ഓൺ ചെയ്യുന്ന കാര്യങ്ങൾ ലീസിന് കൊടുക്കാനോ അത് വിൽക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് വിൽക്കാനോ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതേമാതിരി ഇൻവെസ്റ്റ് അതർവൈസ് ദാൻ ഇൻ ട്രസ്റ്റ് സെക്യൂരിറ്റീസ് ദി എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ ഇറ്റ് ആസ് എ റിസൾട്ട് ഓഫ് എനി മെർജറോ അമാൽഗമേഷൻ, എന്തെങ്കിലും മെർജറോ അമാൽഗമേഷനോ ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കോമ്പൻസേഷൻ എത്ര റിസീവ് ചെയ്തു അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന തീരുമാനങ്ങളെല്ലാം മീറ്റിങ്ങിൽ സാങ്ഷൻ വാങ്ങിച്ചിട്ടുണ്ടാവണം. ദെൻ ബോറോ മണി എക്സീഡിങ് ദി അഗ്രിഗേറ്റ് ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി, കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് ബോറോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഫ്രീ റിസർവും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് മണി ബോറോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ജനറൽ മീറ്റിങ്ങിൽ സാങ്ഷൻ കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബോറോയിങ്സിനകത്ത് ഡിബഞ്ചേഴ്സും ഒന്നും കൂട്ടില്ല. അതേമാതിരി ലോങ് ടേം ആയിട്ടുള്ളത് കൂട്ടില്ല. വിത്തിൻ 6 months പേ അങ്ങനത്തെ മാത്രമേ അങ്ങനത്തെ ഒന്നും കൂട്ടില്ല. അതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള ആണ് കൂട്ടുക. ഒരു ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ അതിനകത്ത് ഓവർ ഡ്രാഫ്റ്റ് ഒന്നും ഇതിനകത്ത് കൂട്ടില്ല, ബോറോയിൽ കൂട്ടില്ല. ദി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി കമ്പനി ജനറൽ മീറ്റിംഗ് മസ്റ്റ് സ്പെസിഫൈ ദി ടോട്ടൽ എമൗണ്ട് അപ് ടു വിച്ച് മണീസ് മേ ബി ബോറോഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സ്പെഷ്യൽ റെസൊല്യൂഷനിൽ പാസ്സാക്കി കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവണം എത്രത്തോളം പൈസ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ബോറോ ചെയ്യാമെന്നുള്ളത്. Remit or give time for the repayment of any debt due by a director, contribute to a charitable or other fund. ഈ രണ്ട് കാര്യങ്ങൾക്കും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതായത് ഏതെങ്കിലും റീപേയ്മെൻറ്റ്, എന്തെങ്കിലും ഡെറ്റ്, എന്തെങ്കിലും ഡയറക്ടർ കാരണം ഉണ്ടായി ഡ്യൂ ബൈ ഡയറക്ടർ കൊടുക്കേണ്ട എന്തെങ്കിലും പേയ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അതേമാതിരി ചാരിറ്റബിൾ ട്രസ്റ്റിന് എന്തെങ്കിലും അല്ലെങ്കിൽ അതർ ഫണ്ടായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പാസ്സാക്കണം. സെക്ഷൻ 181 ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി മേ കോൺട്രിബ്യൂട്ട് ടു ബോണിഫൈഡ് ചാരിറ്റബിൾ ആൻഡ് അതർ ഫണ്ട്സ് എനി amount of aggregate of which in any financial does not exceed 5% of its average net profits. അതായത് സെക്ഷൻ 181 പ്രകാരം കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഏതെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റിനോ അല്ലെങ്കിൽ അതല്ലാത്ത എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനോ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആ 5% കൂടുതൽ, അതായത് എന്ത് വർഷമാണ് ഇപ്പോൾ 2022 കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള 3 വർഷത്തെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% കൂടാൻ പാടില്ല ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി, അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ബിയോണ്ട് ദി സീലിംഗ് വിൽ റിക്വയർ ദി പ്രിയർ അപ്രൂവൽ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അപ്രൂവൽ വാങ്ങിക്കണം. അത് റെസ്ട്രിക്ഷൻസ് ഓൺ ദി പവർ ഓഫ് ബോർഡ്, അല്ലാതെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പവറിനുള്ള റെസ്ട്രിക്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ ഓൺ മേക്കിംഗ് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം
തോന്നിയ മാതിരി പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഒരു കമ്പനി ഫോം ചെയ്ത് വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പാടില്ല. അതിന് ശേഷം മാത്രമേ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര എമൗണ്ട് വേണമെങ്കിലും ഇവർക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ടോ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വർഷത്തിൻ്റെ തൊട്ട് 3 വർഷം, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുമ്പുള്ള 3 വർഷത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ്, ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 7.5% കൂടാൻ പാടില്ല ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ റെസൊല്യൂഷൻ പാസ്സാക്കണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കൊടുത്താൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. എത്ര എമൗണ്ടാണ് കൊടുത്തത്, ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് കൊടുത്തത് എന്നുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ റെസ്ട്രിക്ഷൻ ഓർ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനുള്ള റെസ്ട്രിക്ഷൻ സെക്ഷൻ 180. നോ കോൺട്രാക്ട് ഓർ അറേഞ്ച്മെന്റ് വിത്ത് റിലേറ്റഡ് പാർട്ടി ഷാൽ ബി എൻറ്റർഡ് ഇൻടു ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തേർഡ് പാർട്ടി കോൺട്രാക്റ്റ് അവർക്ക് ഇഷ്ടമുള്ള മാതിരി എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. ഈ റിലേറ്റഡ് പാർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയിൽ ആ കമ്പനിയുടെ തന്നെ ഡയറക്ടർ അല്ലെങ്കിൽ ആ കമ്പനിയിലുള്ള ഒരാളെങ്കിലും റിലേറ്റീവ്, അയാൾ റിലേറ്റഡ് പാർട്ടി എന്ന് പറയും. അതേമാതിരി എ കീ മാനേജർ പേഴ്സൺ ഓർ ഹിസ് റിലേറ്റീവ്, ഏതെങ്കിലും ഒരു കീ മാനേജർ പേഴ്സണോ അല്ലെങ്കിൽ അയാൾ റിലേറ്റീവോ. എ ഫേം ഇൻ വിച്ച് എ ഡയറക്ടർ മാനേജർ ഓർ ഹിസ് റിലേറ്റീവ് ഈസ് എ പാർട്ട്ണർ, അതായത് വേറെ ഏതെങ്കിലും ഒരു ഫേം ആയിട്ടുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്, അതിനകത്ത് ഡയറക്ടറോ ആ ഫേമിലെ ഡയറക്ടറോ മാനേജറോ അല്ലെങ്കിൽ അയാളുടെ റിലേറ്റീവോ പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ അതും റിലേറ്റഡ് പാർട്ടിയായിട്ടാണ് കൺസിഡർ ചെയ്യുക. എ പ്രൈവറ്റ് കമ്പനി വിച്ച് ഡയറക്ടർ മാനേജർ ഈസ് എ മെമ്പർ ഓർ ഡയറക്ടർ, അതൊരു പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടറോ മാനേജറോ ഈ കമ്പനിയുടെ ഡയറക്ടറോ മാനേജറോ ആണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണ്. എ പബ്ലിക് കമ്പനി വിച്ച് എ ഡയറക്ടർ ഓർ മാനേജർ ഈസ് എ ഡയറക്ടർ ഹോൾഡ്സ് along with his relatives more than 2% of its paid up share capital. പബ്ലിക് കമ്പനിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡയറക്ടറോ മാനേജറോ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റീവ്സോ 2%-നേക്കാട്ടി കൂടുതൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു റിലേറ്റഡ് കമ്പനി റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആയിട്ട് റിലേറ്റഡ് പാർട്ടി ആയിട്ടാണ് വരിക. Any body corporate whose board of directors, managing director or manager is accustomed to act in accordance with the advice, director or instructions of a ഡയറക്ടറോ മാനേജർ, ആ ഒരു കമ്പനിയിലുള്ള ഡയറക്ടറോ മാനേജറോ പറയുന്നത് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ മാനേജിങ് ഡയറക്ടേഴ്സോ മാനേജേഴ്സോ ഉള്ള ബോഡി കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതും റിലേറ്റഡ് പാർട്ടി ആയിട്ടാണ് മാറുക. അടുത്തത് എനി പേഴ്സൺ ഓൺ ഹൂസ് അഡ്വൈസ് ഡയറക്ഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് എ ഡയറക്ടർ ഓർ മാനേജർ ഈസ് അക്കസ്റ്റംഡ് ടു ആക്ട് പ്രൊവൈഡ് ദാറ്റ് നത്തിങ് ഇൻ സബ്സെക്ഷൻ 6 to 7 shall apply to the advice, directions and instructions given in a professional capacity. പ്രൊഫഷണൽ കപ്പാസിറ്റിയിലുള്ളത് അല്ലാത്തതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. എനി പേഴ്സൺ ഓൺ ഹൂസ് അഡ്വൈസ് ഡയറക്ഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് എ ഡയറക്ടർ മാനേജർ ഈസ് അക്കംസ് ടു ആക്ട്, അതായത് വേറൊരു കമ്പനിയിലുള്ള ആളുടെ ഒരു കമ്പനിയുടെ ഡയറക്ടറോ മാനേജറോ ഈ കമ്പനി, ഇപ്പോൾ എ കമ്പനിയാണ് നമ്മുടെ കമ്പനി, ബി കമ്പനിയാണ് റിലേറ്റഡ് പാർട്ടി ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സംശയത്തിലുള്ള കമ്പനി എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബി കമ്പനിയിലുള്ള ഡയറക്ടറോ മാനേജറോ അവരവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എ കമ്പനിയിൽ പറയുന്ന ഒരാളുടെ ഒരു പ്രൊഫഷണൽ കപ്പാസിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവർ പറയുന്നത് കേട്ടിട്ടാണ് ഈ ബി കമ്പനിയിലെ ആൾക്കാർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് കമ്പനിയായിട്ട് മാറും. Then any body corporate which is a holding subsidiary and associate company of such company, ഇപ്പോൾ എ കമ്പനിയുടെ സബ്സിഡിയറിയോ ഹോൾഡിങ്ങോ അസോസിയേറ്റ് കമ്പനിയാണ് ബി എന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് പാർട്ടിയാണ്. അതേമാതിരി സബ്സിഡിയറി ഓഫ് എ ഹോൾഡിംഗ് കമ്പനി ഓഫ് വിച്ച് ഇറ്റ് ഈസ് ഓൾസോ എ സബ്സിഡിയറി, അതായത് ഇപ്പോൾ ബിയുടെ ഒരു സബ്സിഡിയറി സി ഉണ്ടെന്നുണ്ടെങ്കിൽ എയുടെ റിലേറ്റഡ് പാർട്ടി തന്നെയാണ് സി എന്ന് പറയുന്നത്. ആൻഡ് ഇൻവെസ്റ്റിംഗ് കമ്പനി ഓർ ദി വെഞ്ചർ ഓഫ് ദി കമ്പനി, അതിപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റിംഗ് കമ്പനി, ഇപ്പം എ കമ്പനി കുറേ ക്യാഷ് ബി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് പാർട്ടിയായിട്ട് മാറും. അടുത്തത് റെസ്ട്രിക്ഷൻസ് ഓൺ ലോൺസ് ടു ഡയറക്ടേഴ്സിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്വന്തമായിട്ട് തീരുമാനിക്കാനായിട്ട് കഴിയില്ല. അതേമാതിരി റെസ്ട്രിക്ഷൻ പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് ഓഫീസ്, അതായത് ഏതെങ്കിലും ഡയറക്ടറിനെ ഒഴിവാക്കുകയാണ്, അവർ ഫ്രോഡ് കാണിച്ചു അല്ലെങ്കിൽ മിസ്മാനേജ്മെൻറ്റ് കാണിച്ചു എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദെൻ ഓഫീസ് ഓർ പ്ലേസ് ഓഫ് പ്രോഫിറ്റ് സെക്ഷൻ 188. ഓഫീസ് ഓർ പ്ലേസ് ഓഫ് പ്രോഫിറ്റിനകത്ത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ്റെ സെയിം പോളിസീസ് പ്രൊവിഷൻസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അടുത്തത് മാനേജർ പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മാനേജർ പവേഴ്സാണ്. ഫസ്റ്റ് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാം, ഡിവിഡൻഡ് എത്ര എമൗണ്ട് വേണമെന്ന് എത്ര പെർസെൻറ്റേജ് വേണമെന്ന് റെക്കമെൻഡ് ചെയ്യാം. അതേമാതിരി ഷെയർസ് അലോട്ട് ചെയ്യുന്നത്, ഫോർഫിറ്റ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പവറുണ്ട്. അതേമാതിരി കാഷ്വൽ വേക്കൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ഡയറക്ടേഴ്സാണ്. അതേമാതിരി മാനേജിങ് ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി, കമ്പനിയുടെ സെക്രട്ടറി ഇവരെല്ലാവരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഡയറക്ടേഴ്സാണ്. അതേമാതിരി പോളിസി ആൻഡ് ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ്, കമ്പനിയുടെ പ്രോപ്പറായിട്ടുള്ള റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ള പോളിസീസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഡയറക്ടേഴ്സാണ്. അതേമാതിരി കമ്പനിയുടെ സബോർഡിനേറ്റ്സിനെയും എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഡയറക്ടേഴ്സാണ്. ഇതൊക്കെയാണ് പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനിയുടെ ഡയറക്ടറിന് പവേഴ്സാണ്. ഇനി അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി ഡിസൈഡ് ചെയ്യുന്നത് അതിന് ആ കമ്പനിയുടെ എത്രത്തോളം സൈസും ആ കമ്പനിയുടെ നേച്ചറും അനുസരിച്ചിട്ടാണ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി വരുന്നത്. എല്ലാ ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കമ്പനീസ് ആക്ടിൻ്റെയും പ്രൊവിഷൻസും കംപ്ലൈ ചെയ്തിട്ടാവണം. അതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ചെയ്തിട്ടുള്ള 2 ഹെഡ്സിനകത്താണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസും ജനറൽ ഡ്യൂട്ടീസും. അതിനകത്ത് ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് നോക്കാം. ടു ഫയൽ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റിൻ്റെ റിട്ടേൺ രജിസ്ട്രാറിന് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂട്ടി ഡയറക്ടേഴ്സിൻ്റെയാണ്. അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ റിട്ടേൺ രജിസ്ട്രാറിന് ഫയൽ ചെയ്യുന്നത് ഡയറക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. അതേമാതിരി ഡിസ്ക്ലോസ് ഇൻട്രസ്റ്റ്, എല്ലാ ഡയറക്ടേഴ്സും അവരുടെ എത്രത്തോളം ഇൻട്രസ്റ്റ് ആണ് കമ്പനിയിലുള്ളതെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ടു ഡിസ്ക്ലോസ് റെസീപ്റ്റ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, കമ്പനിയുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്രത്തോളം ക്യാഷ് കിട്ടി, എത്രത്തോളം റെസീപ്റ്റ്സ് വന്നു എന്നുള്ളതെല്ലാം ഡയറക്ടേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് കമ്പൽസറിയാണ്. ഡ്യൂട്ടി ടു അറ്റൻഡ് ബോർഡ് മീറ്റിംഗ്, കമ്പനിയിൽ നടക്കുന്ന ബോർഡ് മീറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 12 months അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഡയറക്ടർഷിപ്പിൽ നിന്ന് വേക്കൻ്റായി പോകും. ടു കൺവിൻസ് ആനുവൽ ജനറൽ മീറ്റിങ്ങും എക്സ്ട്രോർഡിനറി ജനറൽ മീറ്റിംഗ്സ് എല്ലാം കണ്ടക്ട് ചെയ്യേണ്ട ഡ്യൂട്ടി ഡയറക്ടേഴ്സിനാണ്. ടു പ്രിപ്പയർ ആൻഡ് പ്ലേസ് അറ്റ് ദി AGM അലോങ് വിത്ത് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, അതായത് ജനറൽ മീറ്റിങ്ങിൽ വെക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഓഡിറ്റ് റിപ്പോർട്ട്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ട്സും എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്ലേസ് ചെയ്യേണ്ടതും ഡയറക്ടേഴ്സാണ്. അതേമാതിരി ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എല്ലാം ഓതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ഡയറക്ടേഴ്സിൻ്റെയാണ്. ഫസ്റ്റ് ഓഡിറ്റർ, കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്ററിനെയും കോസ്റ്റ് ഓഡിറ്ററിനെയും അപ്പോയിൻ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ഡയറക്ടേഴ്സിൻ്റെതാണ്. അതേമാതിരി ഒരു കമ്പനി സോൾവൻസിയിലാവുകയാണ്, അതേമാതിരി വോളണ്ടറി വൈൻഡ് അപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യേണ്ട ഡ്യൂട്ടി എല്ലാം ഡയറക്ടേഴ്സിൻ്റെതാണ്. അടുത്തത് ജനറൽ ഡ്യൂട്ടീസ്, ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സിന് ഉണ്ടാകുന്ന ജനറലി ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ഗുഡ് ഫെയ്ത്ത്, നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു കമ്പനിയുടെ ഡയറക്ടറിൻ്റെ ഫിഡ്യൂഷ്യറി പൊസിഷൻ ആണുള്ളത്. അപ്പോൾ ഫിഡ്യൂഷ്യറി പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഒരു കോൺഫിഡൻസും ട്രസ്റ്റും ഉണ്ടായിരിക്കണം ഡയറക്ടറിന്. ഡയറക്ടറിനെ വിശ്വസിക്കാൻ പറ്റാവുന്ന ആളായിരിക്കണം, അതായത് കമ്പനിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്ന ഒരാൾ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഹോണസ്റ്റ് ആയിട്ടും ഡെലിജൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അതേമാതിരി സീക്രട്ട് പ്രോഫിറ്റ്സ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല. ദെൻ ഡ്യൂട്ടി ഓഫ് റീസണബിൾ കെയർ, എല്ലാ ആക്ടിവിറ്റീസ് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്, എല്ലാ ഡ്യൂട്ടീസും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും റീസണബിൾ കെയർ എടുക്കുന്നുണ്ട് എന്നുള്ള അത് അവരുടെ ഡ്യൂട്ടിയാണ്, ഡയറക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. എല്ലാം പ്രോപ്പറായിട്ടും ഡെലിജൻ്റ് ആയിട്ടും നോക്കേണ്ടത്, അവരുടെ ഡ്യൂട്ടീസ് പ്രോപ്പർലി ഡിസ്ചാർജ് ചെയ്യേണ്ടതൊക്കെ ഡയറക്ടറിൻ്റെ ജനറൽ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി നോട്ട് ടു ഡെലിഗേറ്റ്, ഡയറക്ടറിൻ്റെ ഡ്യൂട്ടീസ് അവർ പേഴ്സണലി തന്നെ ചെയ്യണം, അത് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ചില കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും, അത് ആർട്ടിക്കിൾസിനകത്ത് പെർമിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡയറക്ടേഴ്സിന് ഫങ്ഷൻസ് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതല്ലാത്ത ഫങ്ഷൻസ് ഒന്നും ഡെലിഗേറ്റ് ചെയ്യാനായിട്ട്
പാടില്ല. ദെൻ ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന് ഉണ്ടാകുന്ന ലയബിലിറ്റി ടു ദി കമ്പനി. ഡയറക്ടേഴ്സിനുള്ള ലയബിലിറ്റീസ് 5 എണ്ണമാണ്. ലയബിലിറ്റി ടു ദി കമ്പനി, ലയബിലിറ്റി ടു തേർഡ് പാർട്ടീസ്, ലയബിലിറ്റി ടു ബ്രീച്ച് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്, ക്രിമിനൽ ലയബിലിറ്റി, ലയബിലിറ്റി ടു ആക്ട് ഓഫ് കോ ഡയറക്ടേഴ്സ്. അതിനകത്ത് ഫസ്റ്റ് ലയബിലിറ്റി ടു ദി കമ്പനി. കമ്പനിക്ക് എന്തൊക്കെ ലയബിലിറ്റീസ് ആണ്, ഡയറക്ടറിന് എന്തൊക്കെ ലയബിലിറ്റിയാണ് കമ്പനിയോട് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്? ഫസ്റ്റ് വൺ, ബ്രീച്ച് ഓഫ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി. നമ്മൾ ഫിഡ്യൂഷ്യറി പൊസിഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡിസോണസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഡയറക്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കമ്പനീൻ്റെ അടുത്തോട്ടൊരു ലയബിലിറ്റി വരികയാണ്. അത് ബ്രീച്ച് ഓഫ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി എന്ന് പറയുന്ന ലയബിലിറ്റിയാണ് ക്രിയേറ്റ് ആവുക. ദെൻ അൾട്രാവയർസ് ആക്ട്. അൾട്രാവയർസ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് മെമ്മോറാൻഡം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്തും കുറച്ച് പ്രൊവിഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരും ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അവർ പേഴ്സണലി ലയബിൾ ആയിരിക്കും. അതാണ് അൾട്രാവയർസ് ആക്ട്. മൂന്നാമത് നെഗ്ലിജൻസ്. അവർ ഏതെങ്കിലും ഡയറക്ടർ അവരെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നോക്കിയില്ല, അവരുടെ സ്കില്ലും കാര്യങ്ങളും അവരവരെ ശ്രദ്ധയോടെ അല്ല അവരവരുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്തതെന്നുണ്ടെങ്കിൽ, അവർ എന്തെങ്കിലും ലോസ് എന്തെങ്കിലും വന്നു, കമ്പനിക്ക് എന്തെങ്കിലും ലോസ് വന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ലയബിലിറ്റി ആ ഡയറക്ടർക്ക് ആയിരിക്കും. അങ്ങനെ ഡയറക്ടർ അങ്ങനെ ഡയറക്ടറിന് എന്തെങ്കിലും ലയബിലിറ്റി വന്നു എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കോർട്ടിന് അത് റിലീഫ് കൊടുക്കാൻ പറ്റും under section 463 of the act. In a malified act, if they dishonestly or in a malified manner exercise their powers to perform their duties, they will be liable to be trust may be required to make good or loss of. അതായത് എന്തെങ്കിലും പ്രോപ്പർട്ടി കാണിച്ചിട്ട് പ്രോപ്പർട്ടി സെല്ല് ചെയ്തിട്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനിയുടെ ട്രസ്റ്റിയാണ്. അപ്പോൾ കമ്പനിയുടെ പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അവർ പേഴ്സണലി എന്തെങ്കിലും ഗെയിൻ ചെയ്യുകയാണ്, സീക്രട്ട് പ്രോഫിറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാലിഫൈഡ് ആക്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും കമ്പനിക്ക് ലോസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ലയബിലിറ്റി ഡയറക്ടർക്കായിരിക്കും. അടുത്തത് ലയബിലിറ്റി ടു തേർഡ് പാർട്ടീസ്. ഇനി എന്തൊക്കെ ഡയറക്ടേഴ്സിന് എന്തൊക്കെ ലയബിലിറ്റീസാണ് തേർഡ് പാർട്ടീസിനകത്തോട്ട് ഉണ്ടാവുന്നത്? ഫസ്റ്റ് ലയബിലിറ്റീസ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം വരുന്ന ലയബിലിറ്റീസ്. അതേമാതിരി ലയബിലിറ്റി ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി ഓർ അതോറിറ്റി. ഫസ്റ്റ് വൺ ലയബിലിറ്റി അണ്ടർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം തേർഡ് പാർട്ടീസിന് ഉണ്ടാകുന്ന ലയബിലിറ്റിയാണ് ഫസ്റ്റ് പ്രോസ്പെക്ടസ്. ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് കണ്ടിട്ടാണ് ആൾക്കാർ ഷെയർസ് വാങ്ങിക്കുക, മണി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഈ പ്രോസ്പെക്ടസ് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട്, മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലും തെറ്റോ ഫാക്ട്സ് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ലയബിലിറ്റി ആർക്കായിരിക്കും? ഡയറക്ടേഴ്സിനായിരിക്കും. അത് ഒരു തേർഡ് പാർട്ടിയാണ്, അതായത് പുറത്തുള്ള പബ്ലിക്കിനകത്തോട്ടാണ് ലയബിലിറ്റി പോകുന്നത്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, ലയബിലിറ്റി ടു തേർഡ് പാർട്ടി. അപ്പോൾ പ്രോസ്പെക്ടസ് കൊണ്ട് ഡയറക്ടേഴ്സിന് ലയബിലിറ്റി ഉണ്ടാവും. വിത്ത് റിഗാർഡ് ടു അലോട്ട്മെൻറ്റ്, മിനിമം സബ്സ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മണി ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യണം. അതിൻ്റെ ലയബിലിറ്റി ഡയറക്ടേഴ്സിനാണ് ഉണ്ടാവുക. ദെൻ ഫ്രോഡുലന്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് പ്രോപ്പറായിട്ടല്ല കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ടർ ഗുൽറ്റി അയാൾ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തേർഡ് പാർട്ടീനോട് ലയബിലിറ്റി ഉണ്ടാവും. അതിന് ആർക്കാണോ ബുദ്ധിമുട്ടുണ്ടായത്, ആർക്കാണോ ലോസ് വന്നത്, അവരോട് ഡയറക്ടർ ലയബിളായിരിക്കും. The liability for breach of warranty, where they transact any business in respect of matters ultraviolence the company or ultraviolence the articles, they may be proceeded against personally or any loss sustained by any third party. അതായത് അവരുടെ പവറിനും അതോറിറ്റിക്കും പുറത്തായിട്ട് അവരെന്തെങ്കിലും, ഡയറക്ടറുടെ അതോറിറ്റിക്കും പവറിന് പുറത്തായിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിന് എന്തെങ്കിലും വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും ലോസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ലയബിലിറ്റി ആ ഡയറക്ടർക്കായിരിക്കും. ദെൻ ലയബിലിറ്റി ഫോർ ബ്രീച്ച് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. നമ്മൾ നേരത്തെ കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് പറഞ്ഞു. ഈ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡയറക്ടർ അതിന് ലയബിളായിരിക്കും. അതിന് പെനാൾട്ടി ഡയറക്ടറിന് പെനാൾട്ടി വരും, ഫൈനെല്ലാം വരും. ദെൻ ക്രിമിനൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റി അണ്ടർ കോമൺ ലോ ആസ് വെൽ ആസ് അണ്ടർ ദി കമ്പനീസ് ആക്ട് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ട്സ്. സിവിൽ ലയബിലിറ്റി പോലെ തന്നെ ഡയറക്ടേഴ്സിന് ക്രിമിനൽ ലയബിലിറ്റി വരും കോമൺ ലോ പ്രകാരം, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാരം ക്രിമിനൽ ലയബിലിറ്റി വരാം. ഫോർ നോൺ കംപ്ലയൻസ് ഓഫ് സർട്ടൻ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ഡയറക്ടേഴ്സ് മേ ഇൻകർ ക്രിമിനൽ ലയബിലിറ്റി
involving fine or imprisonment or both. Some of the provisions of the act under which director incur criminal liability. കമ്പനിയുടെ പ്രൊവിഷൻസ്, കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, അതേമാതിരി വേറെയുള്ള കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള ആർട്ടിക്കിൾസിന് ഇത് ഫോളോ ചെയ്തില്ല, അങ്ങനെ ചില സിറ്റുവേഷൻസിനകത്ത് ക്രിമിനൽ ലയബിലിറ്റി വരും ഡയറക്ടേഴ്സിന്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് കണ്ടെയ്നിങ് എനി അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, എന്തെങ്കിലും തെറ്റായിട്ടുള്ള സത്യമില്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്രിമിനൽ ലയബിലിറ്റി വരും. അതേമാതിരി ആപ്ലിക്കേഷൻ മണി ഷെഡ്യൂൾഡ് ബാങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഫോം ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രിമിനൽ ലയബിലിറ്റിയാണ്. അതേമാതിരി ഫ്രോഡിലിൻ്റെ ഒരാളെ പറ്റിച്ചുകൊണ്ട് കമ്പനിയിൽ മണി ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ ലയബിലിറ്റി ആവും. അതേമാതിരി അസെറ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഓർ ഇൻവൈറ്റിംഗ് ഇനി ഡെപ്പോസിറ്റ് എക്സസ് ഓഫ് ദി പ്രിസ്ക്രൈബ് ലിമിറ്റിനെക്കാട്ടി കൂടുതൽ ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഇൻവൈറ്റ് ചെയ്യുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസാണ്. ഡിസ്ട്രക്ഷൻ, മ്യൂട്ടിലേഷൻ, ഓൾട്രേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ ഓഫ് എനി ബുക്സ്, പേപ്പേഴ്സോ ഡോക്യുമെൻറ്റ്സ്, കമ്പനിയുടെ എന്തെങ്കിലും ബുക്സോ പേപ്പേഴ്സോ ഡോക്യുമെൻറ്റോ നശിപ്പിക്കുക, അതിന് മാറ്റം വരുത്തുക, തെറ്റായിട്ടുള്ളതൊന്നും ഉണ്ടാക്കുക, തിരുത്തുക, ഇതെല്ലാം ക്രിമിനൽ ഒഫൻസസ് ആണ്. ഫെയിലർ ടു ഫയൽ ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ചെയ്താതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേമാതിരി ആനുവൽ ജനറൽ മീറ്റിംഗ് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ലോൺസ് ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന ലോൺസിന് പ്രോപ്പറായിട്ടുള്ള അപ്രൂവൽ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതേമാതിരി അക്കൗണ്ട്സ് ബുക്ക് പ്രോപ്പർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രിമിനൽ ലയബിലിറ്റീസ് ആണ്. അടുത്തത് ഫെയിലിയർ ഓഫ് ആക്ട്സ് ഓഫ് കോ ഡയറക്ടേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡയറക്ടേഴ്സ് ഇൻഡിവിജ്വലായിട്ടല്ല, അതൊരു ബോർഡായിട്ടാണ്. അപ്പം എ ഡയറക്ടർ ഇസ് നോട്ട് ലയബിൾ ടു ആക്ട്സ് ഓഫ് ഹിസ് കോ ഡയറക്ടർ അൺലെസ് ഹി വാസ് എ പാർട്ടി ടു എന്ന് വിചാരിച്ചിട്ട് ഒരു ഡയറക്ടർ ഇപ്പം 15 ഡയറക്ടറാണ് ഒരു കമ്പനിയിൽ ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഡയറക്ടർ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ലയബിലിറ്റി ബാക്കിയുള്ള ഡയറക്ടേഴ്സിന് വരണമെന്നില്ല. പക്ഷേ അവർക്ക് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയണം. അതായത് ലൈക്ക് എൻ്റെ അറിവോട് കൂടിയല്ല ചെയ്തതെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലയബിലിറ്റി ഒന്നും വരില്ല. ബട്ട് എ മാനേജിംഗ് ഡയറക്ടർ ഓർ ദി ചെയർമാൻ സൈനിങ് ദി അക്കൗണ്ട്സ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദി ഇംപ്ലിക്കേഷൻ കനോട്ട് എസ്കേപ്പ് ലയബിലിറ്റി. ഇപ്പോൾ സൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ, മാനേജിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ ചെയർമാനോ അക്കൗണ്ട്സ് സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞാതെ അവർക്ക് തെറ്റുള്ളത് അറിയാതെ കൂടിയാണ് സൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും അവർ പണിഷ്മെൻറ്റിന് ലയബിളാണ്. അടുത്തത് കമ്മിറ്റീസ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ഉണ്ടാവും. എല്ലാ റെസ്പോൺസിബിലിറ്റിയും കൂടെ എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കൂടെ എല്ലാം ചെയ്യാം. പല പല ഫങ്ഷൻസ് ഉണ്ടാവും കമ്പനിയിൽ. അപ്പം അവരുടെ ഓരോരുത്തരുടെ എക്സ്പെർട്ടീസ് അനുസരിച്ചിട്ട് ഓരോരോ കമ്മിറ്റീസ് ഫോം ചെയ്യും ഓരോരോ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഓരോ കമ്മിറ്റീൻ്റെ റോൾ ആൻഡ് സ്ട്രക്ചർ അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഫിക്സ് ചെയ്യുന്നത്. അതായത് ഓരോ കമ്മിറ്റീൻ്റെ റോളിനനുസരിച്ചിട്ട് അവരുടെ ഡയറക്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ഓരോ കമ്മിറ്റി ഫോം ചെയ്യാം. 4 കമ്മിറ്റീസാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് ഓഡിറ്റ് കമ്മിറ്റി. ആസ് പെർ സെക്ഷൻ 177 എവരി ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആൻഡ് സച്ച് അതർ കമ്പനീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓഡിറ്റ് കമ്മിറ്റി. എല്ലാ ലിസ്റ്റഡ് കമ്പനീസും അതേമാതിരി ഓഡിറ്റ് കമ്പനി വേണമെന്ന് കമ്പൽസറി ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സെക്ഷൻ കമ്പനീസും ഉണ്ട്. ആസ് പെർ സെക്ഷൻ 177 അവർ നിർബന്ധമായിട്ടും ഓഡിറ്റ് കമ്പനി ഫോം ചെയ്തിട്ടുണ്ടാവണം. ഓഡിറ്റ് കമ്പനി കമ്പൽസറി ആയിട്ടുള്ള ഓഡിറ്റ് കമ്മിറ്റി കമ്പൽസറി ആയിട്ട് വേണ്ട കമ്പനീസാണ് ഓൾ പബ്ലിക് കമ്പനീസ് വിത്ത് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 10 crore rupees or more. 10 crore rupees പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, 10 crore rupees അതിൽ കൂടുതൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള എല്ലാ പബ്ലിക് കമ്പനീസും, അതേമാതിരി 100 crore rupees അതിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള എല്ലാ പബ്ലിക് കമ്പനീസും, അതേമാതിരി അഗ്രിഗേറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഓർ ബോറോയിങ്സ് 50 crores കൂടുതലുള്ള മൊത്തത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ലോൺസോ ബോറോയിങ്സോ ഡിബെഞ്ചേഴ്സോ ഡെപ്പോസിറ്റ്സോ 50 crore rupees കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ പബ്ലിക് കമ്പനീസിനും ഓഡിറ്റ് കമ്മിറ്റി നിർബന്ധമായിട്ട് വേണം. മിനിമം 3 ഡയറക്ടേഴ്സിനും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എങ്കിലും ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടാവണം. The majority of members of audit committee including chairman shall be persons with the ability to read and understand the financial statement. മെജോറിറ്റി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ മെജോറിറ്റി ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാനും അത് മനസ്സിലാക്കാനുള്ള എബിലിറ്റി ഉണ്ടായിട്ടുണ്ടാവണം. ഓഡിറ്റ് കമ്മിറ്റിയുടെ 2/3 മെമ്പേഴ്സെങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അതേമാതിരി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. കമ്പനി സെക്രട്ടറി വേണമെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റീൻ്റെ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യാവുന്നതാണ്. ഒരു ഓഡിറ്റ് കമ്മിറ്റി വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 4 പ്രാവശ്യമെങ്കിലും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. 2 മീറ്റിങ്ങിൻ്റെ ഇടയിൽ 120 ഡേയ്സിൽ കൂടുതൽ
ഗ്യാപ്പ് ഉണ്ടാകാനും പാടില്ല. ഓഡിറ്റ് കമ്മിറ്റീൻ്റെ മെയിൻ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടും അതിൻ്റെ ഡിസ്ക്ലോഷേഴ്സിൻ്റെയും വാലിഡിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി നോക്കുക. മേക്കിംഗ് ദി റെക്കമെൻഡേഷൻസ് ഫോർ അപ്പോയിൻമെൻറ്റ്, റെമ്യൂണറേഷൻ ആൻഡ് ടേംസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ റെക്കമെൻഡേഷനും അതിൻ്റെ റെമ്യൂണറേഷനും എങ്ങനെയാണ് എത്രത്തോളം കാലമാണ് അപ്പോയിൻമെൻറ്റ് അതൊക്കെ തീരുമാനിക്കുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. റിവ്യൂവിങ് ആൻഡ് മോണിറ്ററിംഗ് ദി ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഓഡിറ്റ് പ്രോസസ്. ഓഡിറ്ററിൻ്റെ ഇൻഡിപെൻഡൻസും അവരുടെ പെർഫോമൻസും എത്രത്തോളം എഫക്റ്റീവാണ് അവർ ഓഡിറ്റ് പ്രോസസ്സിനെല്ലാം റിവ്യൂ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും ഓഡിറ്റ് കമ്മിറ്റിയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ഓഡിറ്റ് റിപ്പോർട്ടും എല്ലാം എക്സാമിൻ ചെയ്യുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. കമ്പനിയുടെ എല്ലാ ട്രാൻസാക്ഷനും അപ്രൂവ് ചെയ്യുന്നതും മോഡിഫൈ ചെയ്യുന്നതും റിലേറ്റഡ് പാർട്ടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രാൻസാക്ഷൻ മോഡിഫൈ ചെയ്യുന്നതും അപ്രൂവ് ചെയ്യുന്നതും ഓഡിറ്റ് കമ്മിറ്റി ആയിരിക്കും. ഇന്റർ കോർപ്പറേറ്റ് ലോൺസും ഇൻവെസ്റ്റ്മെൻറ്റും സ്ക്രൂട്ടണി ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഓഡിറ്റ് കമ്മിറ്റി. കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നുള്ള ഉദ്ദേശിച്ചത് അത് എത്രത്തോളം വാലിഡാണ്, കമ്പനിയുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണോ അതല്ലാതെ എന്തെങ്കിലും പേഴ്സണൽ ഗെയിൻ, ഇതൊക്കെ നോക്കുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. അതേമാതിരി എന്തെങ്കിലും അസറ്റ്സ് വാങ്ങിക്കുന്ന കാര്യങ്ങൾ അസറ്റ്സ് വാങ്ങിക്കുന്നത് അണ്ടർടേക്കിൻ്റെ വാല്യുവേഷനോ കാര്യങ്ങളും ചെയ്യുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെയും വിലയിരുത്തലൊക്കെ ചെയ്യുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. അതേമാതിരി മോണിറ്ററിംഗ് ദി യൂസ് ഓഫ് ഫണ്ട്സ് റേസ് ടു പബ്ലിക് ഓഫർ ചെയ്തിട്ട് റേസ് ചെയ്തിട്ടുള്ള ക്യാഷ് പ്രോപ്പറായിട്ടാണ് യൂസ് ചെയ്യുന്നത് മോണിറ്റർ ചെയ്യുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. ദി കോമ്പോസിഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി നീഡ്സ് ടു ബി ഡിസ്പ്ലേഡ് ഇൻ ദി ബോർഡിൻ്റെ റിപ്പോർട്ടിനകത്ത് ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി ഇഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് നോട്ട് അക്സെപ്റ്റഡ് എനി റെക്കമെൻഡേഷൻ ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി the same along with the reasons thereof is also required to be disclosed in the board report. ഓഡിറ്റ് കമ്മിറ്റി പറയുന്ന എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ടാകും. അടുത്തത് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. സെക്ഷൻ 178 എല്ലാ ലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനി അതേമാതിരി അതല്ലാതെ പറഞ്ഞിട്ടുള്ള പബ്ലിക് കമ്പനീസും ഒരു നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റി ഫോം ചെയ്യണം. അതേമാതിരി അത് ഏതൊക്കെ കമ്പനീസിലാണ് ഫോം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്ത അതേ കമ്പനികൾക്കൊക്കെ തന്നെയാണ് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്. ഇതിനകത്തും മിനിമം 3 നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. അതേമാതിരി ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം മെജോറിറ്റി ആയിട്ട് ഉണ്ടാവേണ്ടത്. ചെയർപേഴ്സൺ ഓഫ് ദ കമ്പനി വിൽ ബി അപ്പോയിന്റഡ് ആസ് മെമ്പർ ഓഫ് ദി നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി. കമ്പനിയുടെ ചെയർപേഴ്സണെ വേണമെങ്കിൽ നോമിനേഷൻ ചെയർപേഴ്സൺ കമ്മിറ്റിയുടെ മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. ബട്ട് ഷാൽ നോട്ട് ചെയർ ദി കമ്മിറ്റി. പക്ഷേ ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആക്കാനായിട്ട് പറ്റില്ല. ആസ് പെർ ദി ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്പനി ഷാൽ ബി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് പ്രകാരം നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ എല്ലാ മെമ്പേഴ്സും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അതേമാതിരി അതിൻ്റെ ചെയർപേഴ്സൺ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റീൻ്റെ റെസ്പോൺസിബിലിറ്റി ഐഡൻറ്റിഫൈങ് പേഴ്സൺ ഹു ആർ ക്വാളിഫൈഡ് ടു ബിക്കം ഡയറക്ടേഴ്സ് ആൻഡ് ഹു മേ ബി അപ്പോയിൻറ്റഡ് ഇൻ സീനിയർ മാനേജ്മെൻറ്റ് പൊസിഷൻസ്. നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റീൻ്റെ റെസ്പോൺസിബിലിറ്റി ഡയറക്ടേഴ്സിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ അപ്പോയിൻറ്റ് ചെയ്യുക. അതേമാതിരി സീനിയർ മാനേജർ പൊസിഷൻസിലുള്ള ആൾക്കാർ ആരാണെന്നുള്ളത് അവരുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്യുക. അതേമാതിരി അവരുടെ പെർഫോമൻസ് ഓരോ ബോർഡിൻ്റെ കമ്മിറ്റീസിന് ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അവരുടെ എഫക്റ്റീവ്നെസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുക. മൂന്നാമത് ഓരോ ഡയറക്ടറിനും അവരുടെ ക്വാളിഫിക്കേഷൻസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയാണ്, എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണ് ഡയറക്ടർ, അതിൻ്റെ ക്രൈറ്റീരിയ എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റിയാണ്. അതേമാതിരി ബോർഡിന് റെക്കമെൻഡേഷൻ കൊടുക്കുക. എന്തെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ പോളിസി റിലേറ്റഡ് ടു ഡയറക്ടർ സ്കീം മാനേജർ പേഴ്സണിൽ അതിലേക്ക് അതർ എംപ്ലോയീസിനുള്ള പോളിസീസ് എല്ലാം ഫോം ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻ ബോർഡിന് കൊടുക്കുന്നതും നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റിയാണ്. Then stakeholders relation committee. Section 178 subsection 5 it requires that a company which consists of more than 1000 shareholders, debenture holders, deposit holders and any other security holders at any time during a financial year shall constitute a stakeholders relationship committee. ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഒരു വർഷത്തിൽ 1000 ഷെയർ ഹോൾഡേഴ്സോ ഡിബെഞ്ചർ ഹോൾഡേഴ്സോ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സോ അല്ലെങ്കിൽ അതല്ലാതെ ഏതെങ്കിലും സെക്യൂരിറ്റി ഹോൾഡേഴ്സോ ഒരു വർഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്. അതൊരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം അതിൻ്റെ ചെയർപേഴ്സൺ.
ബാക്കിയുള്ള മെമ്പേഴ്സിനെ ബോർഡിന് ഡിസൈഡ് ചെയ്യാം. ഇവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ, ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ, അതായത് അല്ലാതെ സെക്യൂരിറ്റി ഹോൾഡേഴ്സിൻ്റെ എല്ലാവരുടെയും കംപ്ലയിൻറ്റിൻ്റെ റിഡ്രസലും ഗ്രീവൻസസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഷെയർ ഹോൾഡേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റിക്ക് ഉള്ളത്. Then Corporate Social Responsibility Committee, CSR Committee, as per section 135 subsection 1, every company having a net worth of rupees 5,000 crore or more, 5,000 crore rupeesോ അതിൽ കൂടുതലോ നെറ്റ് വർത്തുള്ള എല്ലാ കമ്പനിക്കും, അല്ലെങ്കിൽ 1,000 crore rupeesോ അതിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള കമ്പനിക്ക്, അതേമാതിരി 5 crore rupees നെറ്റ് പ്രോഫിറ്റോ അതിൽ കൂടുതലോ നെറ്റ് പ്രോഫിറ്റോ ഉള്ള കമ്പനിക്കും ആണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി നിർബന്ധമായിട്ടുള്ളത്. അതിനകത്ത് 2 അതിൽ കൂടുതലോ ഡയറക്ടേഴ്സ് ഉണ്ടാകാം. അതിനകത്ത് അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടറെങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ഉണ്ടാവണം. അതേമാതിരി കമ്മിറ്റീൻ്റെ കോമ്പോസിഷൻ ബോർഡിൻ്റെ റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഇനി CSR കമ്മിറ്റീൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഫസ്റ്റ് വൺ, ഫോർമുലേറ്റിംഗ് ആൻഡ് റെക്കമെൻഡിങ് ടു ബോർഡ് എ CSR പോളിസി ഇൻഡിക്കേറ്റിംഗ് ദ ആക്ടിവിറ്റി ടു ബി അണ്ടർടേക്കൺ ബൈ ദ കമ്പനി. ഈ കമ്പനിയുടെ CSR പോളിസീൻ്റെ റെക്കമെൻഡേഷനും അതിൻ്റെ ഫോർമുലേഷൻ, അതായത് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഫോർമുലേഷനൊക്കെ നടത്തുന്നത് CSR കമ്മിറ്റിയാണ്. എത്രത്തോളം എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം, ഈ CSR ആക്ടിവിറ്റീസിന് വേണ്ടി എത്രത്തോളം എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തു എന്നുള്ളതെല്ലാം പറയുന്നത് CSR കമ്മിറ്റീസാണ്. അതേമാതിരി CSR പോളിസി റെക്കമെൻഡ് ചെയ്യുന്ന പോളിസീസും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്നതും CSR കമ്മിറ്റീസാണ്. It may be noted that the activities to be undertaken have been specified in the Schedule 7 of the Act, and the company is required to spend in every financial year at least 22% of the average net profit of the company made during the 3 immediately preceding financial year on CSR activity. നേരത്തെ പറഞ്ഞ കണ്ടീഷനുള്ള കമ്പനീസിനാണ് CSR കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്. അങ്ങനെ ഫുൾഫിൽ CSR കമ്മിറ്റി കമ്പൽസറി ആയിട്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ CSR ആക്ടിവിറ്റി ഷെഡ്യൂൾ 7-നകത്ത്, കമ്പനീസ് ആക്ടിവിറ്റി ഷെഡ്യൂൾ 7-നകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് CSR ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണത് എന്നുള്ളത്. ഈ CSR ആക്ടിവിറ്റി ഷെഡ്യൂൾ പറഞ്ഞ ലിസ്റ്റിലുള്ളത് ഏതെങ്കിലും ഈ കമ്പനി ചെയ്തിട്ടുണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് 2% പ്രൊസീഡിങ് 3 ഇയർ പ്രൊസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% എങ്കിലും CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ക്രൈറ്റീരിയ. അത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഷെഡ്യൂൾ 7-നകത്ത് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ഫസ്റ്റ് വൺ, ഇറാഡിക്കേറ്റിംഗ് എക്സ്ട്രീം ഹങ്കർ ആൻഡ് പോവർട്ടി ഹങ്കറും, അതായത് വിശപ്പും ദരിദ്രാവസ്ഥയും മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അതേമാതിരി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ജെൻഡർ ഇക്വാലിറ്റിയും വുമൺ എംപവർമെൻറ്റിനുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ ഹെൽത്ത്, അമ്മയായിരിക്കുന്ന സമയത്തുള്ള ഉണ്ടാവുന്ന ഹെൽത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും, കുട്ടികളുടെ മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, എംപ്ലോയ്മെൻറ്റ് എൻഹാൻസിങ് വൊക്കേഷണൽ സ്കിൽസ്, ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊക്കെയാണ് ഷെഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഇതുമല്ലാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ വേണം CSR ആക്ടിവിറ്റി ആയിട്ട് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് CSR കമ്മിറ്റിയിൽ ഉണ്ടാവുക. അതാണ് അവരുടെ ഫങ്ഷൻ. അപ്പം അതാണ് യൂണിറ്റ് 13. താങ്ക് യു.